പരിശുദ്ധാത്മാവിൻ്റെ വലിയ വീര്യപ്രവർത്തനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യുക തന്നെ ചെയ്യും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മുടെ പുറകെ വരും. ദൈവത്താൽ നമ്മൾ സാക്ഷികൾ ആയി തീരുക തന്നെ ചെയ്യും. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ മേഖലയിലും നാം പുഷ്ടി പ്രാപിക്കുന്നവരായി തീരുക തന്നെ ചെയ്യും. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നിരാശയ്ക്കോ ഭയത്തിനോ നമ്മുടെ മേൽ അനുവാദമില്ല, അവകാശമില്ല. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഏറ്റുപറയാം. ഒരുമിച്ച് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാൻ. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഏറ്റുപറഞ്ഞാണ്ട്, കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഞാൻ ദരിദ്രനാകുകയില്ല. ക്രിസ്തുവേശു ഞാൻ ബഹുസമ്പന്നനാണ്. വാരി വിതറി ഞാൻ കൊടുക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല. ഐശ്വര്യവും സമ്പത്തും എൻ്റെ ഭവനത്തിലുണ്ട്. ബാലസുഖങ്ങൾ ഇരകിട്ടാതെ അലയും, പക്ഷേ എനിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. കർത്താവെ, ഇന്ന് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട സന്തതി എന്ന് പറയും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ സ്തുതിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ആമേൻ. കർത്താവിൻ്റെ കൃപയാൽ തുടർമാനമായി നമ്മൾ ലൂക്കോസ് വചനം ധ്യാനിച്ചു വരുന്നു. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. എല്ലാ മേഖലയിലും നിങ്ങൾ പുഷ്ടി ഉള്ളവരാക്കി ദൈവം നിങ്ങളെ മാറ്റും. ദൈവത്താൽ അത് അനുഗ്രഹമാക്കി തീർക്കും. കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട്, യേശുവിൻ്റെ കൃപയുള്ളതുകൊണ്ട് നമ്മൾ തകർന്നു പോകത്തില്ല, നമ്മൾ നശിച്ചു പോകത്തില്ല. ദൈവത്താൽ അത് അത്ഭുതമായി തീരും. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കൃപ വ്യാപരിക്കുന്നല്ലോ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ വാഴ്ത്താം. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. നന്ദിയോടെ നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാ നന്മകൾക്കുമായി ദൈവത്തെ സ്തുതിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള പ്രത്യേകിച്ച് മറക്കരുത്. ഇന്നലത്തെ ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 38 തൊട്ട് 55 വരെ. ധ്യാനിച്ചോന്ന് ഓർമ്മയുണ്ടോ? സാത്താൻ ഇടം കൊടുത്തു ദിനംതോറും കർത്താവ് ക്രൂശം എടുത്ത് എന്നെ അനുഗമിക്കും. മറ്റുള്ളവരെ ഒരിക്കലും കുറവായിട്ട് കാണരുത്. ദൈവത്തെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിച്ചത് ഞാൻ പുസ്തകത്തിൽ. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാ ദിവസത്തെ മെസ്സേജുകൾ മിക്സ് ചെയ്ത് പറയുന്നുണ്ടെന്നൊരു സംശയമാണ്. നമ്മൾ ഇന്നലെ കേട്ടത് ശിഷ്യന്മാരെ പറ്റിയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ 3 കാര്യങ്ങളെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി. ആ 3 കാര്യങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്? കർത്താവിൻ്റെ അത് പറഞ്ഞ മറുതലിപ്പിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. അവരെന്ത് പറഞ്ഞു? അവരുടെ അവിശ്വാസത്തെ പറ്റി പറഞ്ഞു, അൺബിലീഫിനെ പറ്റി നമ്മൾ പറഞ്ഞു. രണ്ടാമത് നമ്മൾ എന്ത് പറഞ്ഞു? അവർക്ക് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാനുള്ള മനോഭാവമില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ള മനോഭാവമില്ലായിരുന്നു. ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലേ? മറന്നു പോകരുതേ, വളരെ ശ്രദ്ധിക്കണമേ. ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. കർത്താവ് നിങ്ങളെ വളർത്തുക തന്നെ ചെയ്യും. ആമേൻ. നമുക്ക് പിന്നെയും ലൂക്കോസ് സുവിശേഷത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. മറന്നുപോകരുത്, ഈസ്റ്റ് ഹാമിലെ പ്രാർത്ഥനയെ ഓർത്ത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വലിയ പ്രവർത്തികളെ ചെയ്യും. ഈ വരുന്ന സൺഡേ, ഞായറാഴ്ച UK ഇന്ത്യൻ ടൈം ഏകദേശം 3:30 മുതൽ വൈകിട്ട്
ഇന്ത്യൻ സമയം ഏകദേശം 9 മണി വരെ 8:30-9 മണി വരെ തുടർച്ചയായിട്ടൊരു ആരാധനയും വചന ധ്യാനവും സൺഡേ പ്രാർത്ഥനയിൽ നടക്കുന്നു. അതിൽ പങ്കുചേരുവാൻ സൂമിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവർ UK ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് UK യിലുള്ളവരാണെങ്കിൽ രാവിലെ 10:30 മുതൽ UK ടൈം 10:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. UK ടൈം 11 മണി 10:30 മുതൽ വൈകുന്നേരം 5 മണി വരെ നമ്മൾ കണ്ടിന്യൂസ് വർഷിപ്പും വചന ധ്യാനവും അന്യഭാഷാ പ്രാർത്ഥനയും ആരാധനയുമായിട്ട് പോകുന്നു ആ ഒരു ദിവസം മുഴുവൻ. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർ UK യിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കും പങ്കുചേരാം. അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം നിങ്ങൾ വന്നവരാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ആ ലൊക്കേഷൻ ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം. അതിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. തൊട്ടടുത്ത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. 2-3 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ആമേൻ. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവനും ചൈതന്യം എരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ അത് മൂർച്ച ഏറിയതാണല്ലോ. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 1-ാം നമ്മൾ 10 അധ്യായം വരെ ധ്യാനിച്ചു വരികയായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ദൈവകൃപയിൽ കേൾക്കുവാൻ ഇടയായി തീർന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെയോ ശനിയാഴ്ചയോ നമുക്ക് ചോദ്യോത്തര വേള ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്പസമയം കർത്താവ് സഹായിക്കട്ടെ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. സാധാരണ പോലെ തന്നെ നിങ്ങൾ പങ്കുചേരുക. നിങ്ങളുടെ ഏതെങ്കിലും ചോദ്യങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സംശയങ്ങൾ, വചനത്തിൽ സംശയങ്ങൾ, മാനസികമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വചനം കേട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ആമേൻ. ഇവിടെ ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുക്രിസ്തു 70 പേരെ നിയമിച്ചു. നോക്കിക്കേ, ഇവിടെ നോക്കിക്കോണേ. സുവിശേഷം കർത്താവ് 70, അതായത് 12 ശിഷ്യന്മാരല്ലാതെ കർത്താവ് 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനിരിക്കുന്ന ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായിട്ട്, അത് യേശു പോകേണ്ട ഇടത്തേക്ക് യേശു ക്രിസ്തു 70 പേരെ അയക്കുകയാണ്. എപ്പോഴും ഓർത്തോണേ, നിങ്ങളെ ദൈവത്തിന് ആവശ്യം ഉണ്ട്. നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളെത്ര ഇനി എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണോ? ഓഡിയോ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ക്ലിയറായി കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ. ഇവിടെ നോക്കിക്കേ, കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്തു. ഇനി നോക്കിക്കോണേ, സുവിശേഷ വേല എന്ന് പറയുന്നത്, അതായത് ഇവിടെ നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നോക്കിക്കേ, നിർബന്ധം. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിലോ അറിയിക്കുന്നില്ല എങ്കിലോ അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടക്കുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലം ഉണ്ട്. കണ്ടോ, പ്രതിഫലം ഉണ്ട്. സുവിശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഭാരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഭാരമേൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഇതൊരു ഭാരമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു കീ എന്നാന്ന് ചോദിച്ചാൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. പല ആൾക്കാർക്കും പേടിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രദറെ, ഞാൻ പോയി ഏതെങ്കിലും സുവിശേഷം പറഞ്ഞ് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാത്താൻ എന്നെ കയറി അടിക്കുമോ എന്നൊരു ഭയം പലർക്കും ഉണ്ട്. എൻ്റെ പ്രിയരെ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞില്ലേലാണ് സാത്താൻ അടിക്കാൻ നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങളെ ദൈവം സ്വർഗരാജ്യത്തിൽ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. കണ്ടോ, പൂർണ്ണ ഉത്തരവാദിത്വം. നോക്കിക്കേ, പൂർണ്ണ ഉത്തരവാദിത്വം. ഒരു വ്യക്തി സുവിശേഷം പറയുവാൻ ഇറങ്ങുമ്പോൾ ആ വ്യക്തിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. ആമേൻ. ഒരു വ്യക്തിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം, കുടുംബ ജീവിതത്തിലെ കാര്യം, വരുമാന മാർഗത്തിലെ കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ പേടിക്കണ്ട. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവരാജ്യം നിങ്ങൾക്ക് പ്രതിഫലം തരും. ആമേൻ. ദൈവരാജ്യം നിങ്ങൾക്ക് പ്രതിഫലം തരും. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്തു. പലരും പറയാറുണ്ട് 70 പേര് 12 അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒന്നുമല്ല.
അവർ ശ്രേഷ്ഠന്മാരായിരുന്നുവല്ല. 9-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ ഇടയിൽ വലിയൊരു സംഭവം ഉണ്ടായി. ഞങ്ങളിൽ ആരാണ് വലിയവൻ? ഞങ്ങളിൽ ആരാണ് വലിയവൻ? ഈ ചിന്ത ഇവരുടെ ഇടയിൽ ഉണ്ടായി. ഇവരുടെ ചിന്തയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, അതായത് പത്രോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദേ മുടന്തൻ ചാടി എണീക്കുന്നു, കുടൻ സൗഖ്യമാകുന്നു, ഉട്ടരോഗി വിടുവിക്കപ്പെടുന്നു. യോഹന്നാൻ സ്ലീഹ പറഞ്ഞു ഞാനാണ് ഏറ്റവും വലിയവൻ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? ഈ 12 പേരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഒരു കഴിവുമില്ല, കഴിവ് എൻ്റെ കഴിവാണ്, എൻ്റെ ശക്തിയാലാണ് നടക്കുന്നതെന്നും എൻ്റെ നാമത്തിലാണ് നടക്കുന്നതെന്നും കാണിക്കാൻ വേണ്ടി കർത്താവ് 70 പേരെ, യേശുക്രിസ്തുവിനെ അനുഗമിച്ച 70 പേരെ നിയമിച്ചു. നോക്കിക്കേ, എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ഓരോ പട്ടണത്തിലേക്കും പോകുക, എനിക്ക് മുമ്പാകെ പോകുക, കൊയ്ത്ത് വളരെയുണ്ട്. നോക്കി, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കർത്താവ് ഇങ്ങനെ ആളുകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ നാമത്തിൽ എവിടെയാ ഒന്ന് പോയി ഒരു രോഗിയെ സൗഖ്യമാക്കി ഒന്ന് സുവിശേഷം പറയുവാൻ യേശുക്രിസ്തു ഇന്നും ആളുകളെ അന്വേഷിക്കുന്നു. തെളിവ്, കൊയ്ത്ത് ഭയങ്കര വലിയ ഹാർവസ്റ്റ് കിടക്കുക, പക്ഷെ വേലക്കാർ ഇച്ചിരി പേരേ ഉള്ളൂ. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിൻ്റെ വേലക്കാരെ അയക്കേണ്ടതിന് നിങ്ങൾ അപേക്ഷിക്കണം. നോക്കിക്കേ, എന്നിട്ട് പറയാണ്, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കും. നോക്കിക്കേ, ഇനി ആർക്കെങ്കിലും ഒരു ഭയമുണ്ടോ? ബ്രദറെ, എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി, പക്ഷേ ആരാണ്ട് എന്നോട് ആരാണ്ടൊക്കെ പറഞ്ഞു ചുമ്മാ കയറി പ്രാർത്ഥിക്കല്ലേ, പിശാച് കയറി അടിക്കും. ഞാൻ പറഞ്ഞത് പിശാചിൻ്റെ ഉപദേശമാണത്. അവൻ ഒരാൾ സൗഖ്യമാകുവാനോ സുവിശേഷം കേൾക്കുവാനോ അവൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാം? ഏതെങ്കിലും ഈ സുവിശേഷം പറയുന്ന ഉപദേശിമാരുടെ ഹൃദയത്തെ സ്വാധീനിച്ച് അവരുടെ ഉള്ളത്തിൽ അവൻ്റെ വിത്തുകളെ പാകിയിട്ട് ആ വ്യക്തിയെ കൊണ്ട് പ്രസംഗിക്കും. നിങ്ങൾ പോയി സുവിശേഷം പറഞ്ഞ് ആരുടെങ്കിലും പ്രാർത്ഥിച്ചാൽ അടി കിട്ടും. കണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ബൈബിളിൽ ഒരു തെളിവ് കാണിക്ക്. ഇവിടെ യേശു പറയുന്ന വാക്ക് നോക്കിക്കോണേ, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ഞാൻ അയക്കുന്നത്. അപ്പോൾ പേടി വന്നില്ലേ? ചെന്നായുടെ നടുവിലോട്ട് സിംഹമായിട്ടല്ല ഞാൻ അയക്കുന്നത്, പകരം കുഞ്ഞാടിനെ പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഒരു ചെന്നായുടെ മുമ്പിൽ കുഞ്ഞാട് പെട്ടാൽ അവസ്ഥ എന്തായിരിക്കും? പിച്ചി ചീന്തുവോ അതോ വെറുതെ വിടുവോ? അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു. എന്നാ ആമേൻ, അതിനെ പിച്ച് ചീന്തിക്കളയും അല്ലേ? പിന്നെ എന്ത് ഗ്യാരണ്ടിയാ കർത്താവേ ഞങ്ങളെ എന്നാ പിന്നെ ഒരു സിംഹമായിട്ട് അയക്കാൻ മേലെ, ഞങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു കരടിയായിട്ടെങ്കിലും അയക്കാൻ മേലെ? കർത്താവ് പറയില്ല, ഞാൻ നിങ്ങളെ കുഞ്ഞാടിനെ പോലെ അയക്കും. കാരണം ചെന്നായി നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. കണ്ടോ? അപ്പം നമുക്കൊരു ഗ്യാരണ്ടി തരും. ഇനി നമുക്ക് നോക്കാം, ഈ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് പോയ കുഞ്ഞാടുകളുടെ അവസ്ഥ. 70 പേരായ 70 കുഞ്ഞാടുക്കൾ രക്ഷപ്പെട്ടോ അതോ പിച്ചി ചീന്തിയോ? നമുക്കൊന്ന് അന്വേഷിക്കാം എന്താണ് അവർക്ക് സംഭവിച്ചത്. നമുക്ക് നോക്കാം. വേഗത്തിൽ നോക്കിക്കേ, അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന രംഗം നിങ്ങൾ വായിച്ചു നോക്കിയേ. 70 പേരെ തിരഞ്ഞെടുത്ത ശേഷം കർത്താവ് അവിടെ പട്ടണത്തിലേക്ക് പോകുന്നു. ഈ രണ്ടായിട്ട് പോകുവിൻ. പോകുന്ന വഴി പറയുകയാണ്, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്, വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യരുത്, ഏത് വീട്ടിൽ ചെന്നാലുമെങ്കിലും ഈ വീട്ടിൽ സമാധാനമെന്ന് ആദ്യം പറയുവിൻ. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ്റെ മേൽ വസിക്കും, ഇല്ലെന്ന് വരികിലോ അത് മടങ്ങിപ്പോകും. അവർ തരുന്നത് തിന്നു കുടിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ പാർക്കുവിൻ, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ല. അപ്പം നോക്കിക്കേ, അപ്പോൾ ഇവരെ കർത്താവ് അയക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? സുവിശേഷവുമായിട്ട് എനിക്ക് പോകുവാൻ ബ്രദറെ ആഗ്രഹമുണ്ട്. എന്നിലൂടെ രോഗികൾ സൗഖ്യമാകുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഭൂതങ്ങൾ അലറി മാറുന്നത് കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്ന് പറയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്നാമേൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ പോലെ നാളെ മുതൽ ഇറങ്ങിയവിടെ അറ്റ്ലീസ്റ്റ് ഏത് വ്യക്തിയെ കണ്ടാലും സുവിശേഷം പറയാൻ ഒരു വാഞ്ച ഉണ്ടായേ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചോണേ, ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ പോകുന്ന വഴിയിൽ പൊക്കണം, ചെരുപ്പ് ഒന്നും എടുക്കരുത്, പണസഞ്ചി, അതായത് പൊക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സോ വാലറ്റോ ഒന്നും എടുക്കരുത്. ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മൾ ഈ ചിലർ പറയുന്നുണ്ട്, അയ്യോ സുവിശേഷം പ്രാർത്ഥന വീട്ടിൽ വെച്ചിട്ട് ദൈവദാസന്മാരെല്ലാം ചിലർ പറയുന്നത് ഓരോ മുഴുവൻ ഉള്ളതെല്ലാം കഴിച്ചിട്ട് അങ്ങ് പോയി.
എൻ്റെ പ്രിയരെ, നിങ്ങളെപ്പോഴും പല ആൾക്കാരും ചില ആൾക്കാരിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യം ഞാൻ നാളെ മുതൽ ശ്രദ്ധിച്ചോണേ, ഏതെങ്കിലും ഒരു ദേവദാസൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് ഇച്ചിരി ആഹാരം വെള്ളമോ പോട്ടെ ഇച്ചിരി വെള്ളമോ കൊടുക്കാൻ പറ്റിയാൽ ഒരു കാര്യം ഉറപ്പിച്ചു, യേശു മോളി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പോകേണ്ട ഇടത്തേക്ക് നിങ്ങളെ അയക്കുവാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിന് ചെയ്യുന്നത് പോലെയാണ് അവിടെ ഒരു സുവിശേഷ വേലക്കാരന് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ എന്നാ ശ്രേഷ്ഠ പദവിയാണ് ഒരു സുവിശേഷകന് കർത്താവ് കൊടുക്കുന്നത്. അടുത്ത വാക്യം നോക്കിക്കേ, നിങ്ങൾ ഞാൻ ഈ പോകുന്ന വഴിക്ക് ആരെയും നിങ്ങൾ വന്ദനം ചെയ്യരുത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ അതും ഇതും പറഞ്ഞ് അവിടെ നിൽക്കരുത്. നിങ്ങളെ ഏൽപ്പിച്ചതിൻ്റെ അകത്ത് നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഏത് വീട്ടിൽ ചെന്നാലും നിങ്ങൾ സമാധാനം. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുതേ, ചെന്നായ്ക്കളുടെ നടുവിൽ ആട്ടിൻകുട്ടികളെ പോലെ പോകും. അതിൻ്റെ അർത്ഥം ഇവരെ വലിച്ചു കീറാൻ വേണ്ടി പിശാചെന്ന് പറഞ്ഞ ചെന്നായി വഴിയിൽ നിൽപ്പുണ്ട്. ദൈവത്തിൻ്റെ ഇൻഷുറൻസുമായിട്ടാണ് പോകുന്നത്. കർത്താവിൻ്റെ സെക്യൂരിറ്റിക്കകത്താണ് ഇവർ സഞ്ചരിക്കുന്നത്. ഒരു സുവിശേഷം പറയാൻ വേണ്ടി നിങ്ങളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പിശാചും നിങ്ങളെ അടിക്കത്തില്ല. എന്നെ തെളിവെന്നറിയാവോ? യേശു പോകേണ്ട ഇടത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. യേശു പോകുമ്പോൾ ദൂതന്മാരുണ്ട്, യേശു പോകുമ്പോൾ സ്വർഗമുണ്ട്, യേശു പോകുമ്പോൾ സ്വർഗസ്ഥനായ പിതാവുണ്ട്. യേശു പോകേണ്ട ഇടത്തേക്കാണ് ദൈവം നിങ്ങളെ അയക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാനിത് തിരിച്ചിങ്ങോട്ട് വരാവേ. എന്നിട്ട് നിങ്ങൾ ഏത് പട്ടണത്തിൽ ചെന്നാലും നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഭക്ഷിപ്പിൻ. നോക്കിക്കേ, ഏതെങ്കിലും വീട്ടിൽ, ഞാനിപ്പോൾ ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ വേണ്ടി വന്നു, അവിടുത്തെ സഹോദരി പറയാം, ബ്രദറെ എന്തായാലും വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്നൊരു സഹോദരി പറഞ്ഞാൽ, ഞാൻ ആ വീട്ടിൽ നിന്നൊരു ഉദാഹരണം പറയട്ടെ, നാളെ മുതൽ ചായ ഇട്ടുതരാൻ വേണ്ടി അല്ല പറയുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും ചെയ്താൽ മതി സുവിശേഷത്തിന്. നിങ്ങൾ അവർക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് ഭക്ഷിപ്പിൻ. എന്തിനാണെന്നറിയാവോ? കർത്താവിൻ്റെ വചനം വരുന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് കുടിക്കുവാൻ വെള്ളം കൊടുക്കുന്നവനെ പോലും ഞാൻ അനുഗ്രഹിക്കും. ഇവൻ യേശുവിനെ ചെയ്യുകയാണ്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ കൊടുക്കുകയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അത് രോഗികളെ, എന്നിട്ട് പറയാം അടുത്തത്, രോഗികളെ സൗഖ്യമാക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പ്രൊക്ലെയിം ചെയ്യണം. നമുക്കറിയാം ഇന്ത്യയിലൊക്കെ ഇപ്പോൾ പുതിയ നിയമം വന്നു, ഈ സുവിശേഷം, അതായത് യഥാർത്ഥത്തിൽ മതപരിവർത്തനമല്ല, വ്യക്തി പരിവർത്തനപ്പെടുകയാണ്. ഒരു വ്യക്തി ട്രാൻസ്ഫോം ചെയ്യുകയാണ് യേശുവിലേക്ക് വരുമ്പോൾ. പുതിയ നിയമം വന്നു, 20 വർഷം തടവും ഡിബേറ്റുകളും എതിർപ്പുകളും അപ്പീലുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, മുൻകാലങ്ങളിൽ വരാൻ പോകുന്ന കാലങ്ങളിൽ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള വലിയ വലിയ എതിർപ്പുകൾ ലോകത്തിലുണ്ടാകും. പക്ഷേ നിങ്ങൾ ശക്തിപ്പെടണം. നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ട്രാക്റ്റ് കൊടുത്തിട്ട് യേശു നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ട്രാക്റ്റ് കയറിയിട്ട് കുറേ കഥ പറയും, കുറേ നിങ്ങളെ ചീത്ത പറയും, കുറേ ബഹളം വെക്കും. നിങ്ങളത് കേട്ടുകൊണ്ട് പറയും, ഓ ഞാൻ സുവിശേഷത്തിന് വേണ്ടി എന്തോ ചെയ്തു. അവിടെ ചെന്നിട്ട് അവിടെ ഭൂതങ്ങളെ പുറത്താക്കുക. എതിർക്കാൻ നിൽക്കുന്നവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവിനെ പുറത്താക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. ആ ഒരു വീട്ടിൽ ചെന്നിട്ട് ആദ്യം പോയി സുവിശേഷം പറയാനല്ല ചാടി നിൽക്കേണ്ടത്. നിങ്ങൾ അവിടെ ചെന്നിട്ട് രോഗീനെ ആദ്യം കൈവച്ച് പ്രാർത്ഥിക്കുക. നമുക്കറിയാം പൗലോസ്ലീഹ കപ്പൽ ഛേദമുണ്ടായിട്ട് നമുക്കറിയാം അവിടെ മെലീത്ത എന്ന ദ്വീപിലേക്ക് ഇദ്ദേഹം കരകയറുക. 200 ചില്ലുവാൻ ആൾക്കാർ കൂടെയുണ്ട്. മെലീത്ത ദ്വീപിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ബർബറന്മാരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ ബർബറന്മാർ വളരെ ദയ കാണിച്ചു എന്ന് ബൈബിളിലുണ്ട്. അതെന്തുകൊണ്ടാണ് ആ വാക്ക് പറയാൻ കാരണം, ബർബറന്മാരുടെ കടൽ കൊള്ളക്കാരായവർ. കടലിലേക്ക് കപ്പൽ തകർന്ന് വീഴുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആൾക്കാരുടെ കഴുത്തേലും കയ്യേലും ഇരിക്കുന്ന സ്വർണ്ണങ്ങളുമെല്ലാം അത് മുഴുവൻ വലിച്ചു പൊട്ടിച്ച് അവരുടെ കഴുത്തറുത്ത് കടലിലേക്ക് തള്ളിക്കളയുന്ന മൃഗീയമായ ദുഷ്ടന്മാരുടെ ദ്വീപാണ് മെലീത്ത. എന്നാൽ പൗലോസ്ലീഹ കരയ്ക്ക് അടുത്തപ്പോഴേക്കും ബൈബിൾ പറയുന്നു അവർ വളരെ ദയ കാണിച്ചു. കണ്ടോ സുവിശേഷക, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര ക്രൂരനായ വ്യക്തിയാണെങ്കിലും യേശുവാണ് വെളിപ്പെട്ട് അവിടെ നിൽക്കുന്നത്. കണ്ടോ, നിങ്ങളല്ല അവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത്. യേശു വെളിപ്പെട്ട് നിന്നാൽ കഴുത്തറക്കാൻ നിൽക്കുന്നവൻ്റെ കൈ വിറയ്ക്കും. അവൻ ദുഷ്ടനാണെങ്കിൽ പോലും അവൻ വളരെ ദയ കാണിക്കും. നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണമേ, എൻ്റെ യേശുവിൻ്റെ നാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആമേൻ. നമുക്കറിയാം അവിടെ പൗലോസ്ലീഹ പോയിട്ട് ഞാൻ ഭയങ്കര സുവിശേഷനാണ് കേട്ടോ, ഞാൻ ആരാന്നറിയാവോ എന്നൊന്നും പറയാൻ വേണ്ടി പോയില്ല. അവിടെ കടിച്ച അണലീനെ കുടഞ്ഞ് തീയിലിട്ടു. കണ്ടോ,
ദേശത്തിൽ ആൾക്കാർ ഒരു വാക്ക് പറഞ്ഞു, ഇപ്പോഴവൻ ചത്തു വീർത്തു തീരും. പൗലോസ്ലീഹ ചത്തുവില്ല, വീർത്തുവില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, ആ ദ്വീപിൽ പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പിതാവ് പനി പിടിച്ച് രോഗാവസ്ഥയിൽ കിടക്കുക. പൗലോസ് ആ വീട്ടിൽ പോയിട്ട്, അച്ചായ, കർത്താവ് യേശുവിൽ വിശ്വസിക്കും, നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞില്ല. പകരം ദൈവരാജ്യത്തിൻ്റെ ശക്തി അവിടെ ഉപയോഗിച്ചു. ആ പുബ്ലിയോസിൻ്റെ പിതാവിനെ സൗഖ്യമാക്കുകയും അത് മാത്രമല്ല, അവർക്ക് വേണ്ട സകല ഫുഡും കാര്യങ്ങളും എല്ലാം ആ കുടുംബ മുഖാന്തരം ഉളവാക്കി. കണ്ടോ ദൈവരാജ്യം നന്മകളെ തുറക്കുന്നത്? കണ്ടോ ദൈവരാജ്യം വഴികളെ തുറക്കുന്നത്? കണ്ടോ? അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു നോട്ടീസ് കൊടുത്ത് യേശുവിനെ പറയാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പോകരുത്. ഇറങ്ങുന്നുണ്ടെങ്കിൽ രോഗിയുടെ മേൽ കൈവച്ച് അതിനെ സൗഖ്യമാക്കുവാൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. ഏത് കുടുംബത്തിലെയും ഭൂതങ്ങളെ പുറത്താക്കുവാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് നിങ്ങൾ സ്വയം പറയണം. ആമേൻ. ഇവിടെ കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരെ അയക്കുകയാണ്. നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് അവർ തന്നാൽ, ഒരു വീട്ടിൽ കയറ്റിയാൽ അവിടെ കയറി ഭക്ഷിക്കണം. അതിന് അവർ തന്നാൽ ഭക്ഷിക്കണം, ഇല്ലേ വേണ്ട. എന്നിട്ട് അവരോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ. എന്നാ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു? യേശുവേ ഈ രോഗം മാറ്റണേ, യേശുവേ ഇവരെ വിടിവിക്കണമേ, യേശുവേ അവരെ സൗഖ്യമാക്കണമേ എന്നല്ല. പോയി കൈവച്ചിട്ട് പറയും, രോഗത്തിൻ്റെ മേലെ എനിക്ക് അധികാരമുണ്ട്, യേശു എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. രോഗത്തോട് പോയി കൽപ്പിക്കണം, രോഗത്തോട് പോയി അപേക്ഷിക്കരുത്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ശരീരം വിട്ട് ഇറങ്ങിപ്പോന്ന് പറയണം. കാണുന്നത് വരെ ഞാൻ പറഞ്ഞില്ല, പിശാച് നാണമില്ലാത്തവനാ. അവൻ്റെ കൂട്ടുകാരനായ രോഗത്തിന് നാണമില്ല. അവനിങ്ങനെ പിടിച്ചു കെട്ടി നിൽക്കാൻ നോക്കും. നിങ്ങൾ അവനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നവനെ വലിച്ചിറക്കുവാൻ അധികാരത്തോടെ കൽപ്പിക്കണം. ആമേൻ. സൗഖ്യമാകണേ എന്ന് പ്രാർത്ഥിച്ചാൽ പിശാചിനത് താരാട്ടുപാട്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, സൗഖ്യമാകണേ എന്ന് പ്രാർത്ഥിച്ചാൽ പിശാചിനത് താരാട്ടുപാട്ടാന്ന് പറ. നമ്മളിപ്പോൾ പലപ്പോഴും പിശാചിന് താരാട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. കർത്താവേ എന്നെ രക്ഷിക്കണമേ, കർത്താവേ എന്നെ വിടിവിക്കണമേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്കകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. നിങ്ങൾ അന്യനല്ല. എഫേസ്യ ലേഖനം പറഞ്ഞു പരദേശിയല്ല. പിന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശികളാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. മറന്നു പോകരുത്. ഈ അന്യനും പരദേശിയൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടോ? നമ്മൾ ഏഴയാണ് പുഴുവാന്നൊക്കെ പറയത്തില്ല, അതൊക്കെ അന്യനും പരദേശികളുവാ. നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ ഭവനക്കാരെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ എന്തുവാ വ്യത്യാസം? അന്യനും പരദേശിയും ഒക്കെ പുറത്ത്. അതുകൊണ്ടാണ് ഞാൻ ഏഴയാണ്, പുഴുവാണ്, പൊടിയാണെന്നൊക്കെ ചിലർ പ്രാർത്ഥിക്കത്തില്ലേ. ഇതൊക്കെ അന്യന്മാരുടെ പ്രാർത്ഥനയാണ്. ഏതെങ്കിലും മക്കൾ പറയും, അപ്പാ ഞാൻ പുഴുവാണ്, ഞാൻ പൊടിയാണ്, ഞാൻ കൃമിയാണ്, എന്നെ സഹായിക്കണമേ, എനിക്ക് ലഞ്ച് ബോക്സ് മേടിച്ച് തരണമേ എന്ന് പറയൂ. ഇല്ല, അപ്പാ എനിക്കത് വേണം. കാര്യം അവനറിയാം ഞാൻ പുത്രനാണ്, ഈ ഭവനത്തിലെ അവകാശിയാണ്. കണ്ടോ? ആമേൻ. ഇവിടെ നോക്കിയേ. അപ്പോൾ സുവിശേഷകർ ശ്രദ്ധിച്ചോണേ, നിങ്ങളെ യേശുവിന് ആവശ്യമുണ്ട്. നോക്കിക്കേ, ഈ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. യേശു തിരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, യേശു പറയുന്ന വാക്കുകൊണ്ട്, ഞാൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും അവരെ എനിക്ക് മുമ്പയക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈസ്റ്റ് ഹാമിൽ 27-ാം തീയതി നടക്കുന്ന മീറ്റിങ്ങിൽ നിഖിൽ ബ്രദർ അല്ല അവിടെ ചെല്ലുന്നത്, യേശുവാണ് ചെല്ലുന്നത്. കണ്ടോ? യേശുവാണ് ചെല്ലുന്നത്. നിങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ ബ്രദറെ, കർത്താവേ അവിടെ ചെല്ലുമ്പോൾ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണമെന്നല്ല, യേശുവാണ് അവിടെ ചെല്ലുന്നത്. യേശുവിൻ്റെ പകരക്കാരനായിട്ട് ദൈവം എന്നെ അയക്കുവാണ്. കണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ, യേശുവിൻ്റെ പകരക്കാരനായിട്ട് നിങ്ങൾ ആ ഭവനത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ പിശാചിനോട് പറ, പിശാചേ യേശുവാണ് ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത്. ആമേൻ. നോക്കിയേ, താഴേക്ക് വായിക്കുമ്പോൾ നോക്കിക്കോണേ. നമ്മൾ അപ്പോൾ ബ്രദറെ എന്തുകൊണ്ട് ഇതൊന്നും കാണാത്തത്? നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ വിശ്വാസം പ്രവർത്തിക്കുന്നതാണ്. വിശ്വാസം ഇപ്പം മരവിച്ചിരിക്കുക, ഞാൻ പറയാം നിർജീവമായിരിക്കുകയാണ്. ആമേൻ. ഈ വാക്യം നിങ്ങൾ താഴ്ത്ത് നോക്കിയേ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഏതെങ്കിലും പട്ടണത്തിൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഭക്ഷിപ്പിൻ, അതിലെ രോഗികളെ സൗഖ്യമാക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നവരോട് പറയുവിൻ. ഏത് പട്ടണത്തിൽ ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിലെ തെരുവുകളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്നും അതിൻ്റെ കാലിലെ പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് അറിയിച്ചു. അപ്പോൾ ഇത് എതിർക്കുന്നവരോട് പറയണം, ഞങ്ങൾ ഈ
പട്ടണത്തിൽ വന്നു. അതാ നമ്മൾ വിത്ത് വിതയ്ക്കാൻ വേണ്ടി ഇപ്പം യൂറോപ്യൻ മിഷൻ എന്ന പേരിൽ പരിശുദ്ധാത്മാവ് നമ്മളെ അയക്കുന്നത് വിത്ത് വിതയ്ക്കാൻ വേണ്ടി പോവുക. ഓരോ പട്ടണത്തിലും അവിടെ ചെല്ലുമ്പോൾ ആരാണോ നമ്മളെ കൈക്കൊള്ളുന്നവർ അവർക്ക് അനുഗ്രഹമുണ്ട്. സുവിശേഷവുമായിട്ട് ചെല്ലുമ്പോൾ ബ്രദറെ ഞാൻ തിരക്കാണ്, എനിക്ക് ജോലി ഡ്യൂട്ടിയാണ് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോകുന്നവരെ നിങ്ങളെപ്പറ്റിയല്ല ഞാനീ പറഞ്ഞത്. സുവിശേഷവുമായിട്ട് വരുന്നവരെ സ്വീകരിക്കുന്നവർ, ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് തന്നാൽ അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ നിന്നാൽ നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവത്താൽ പ്രതിഫലമുണ്ട്, ദൈവത്താൽ അനുഗ്രഹങ്ങളുണ്ട്, ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വഴികളെ തുറക്കും. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറയുന്നു, ആ പട്ടണത്തെക്കാൾ സോദോമ്യർക്കും ആ നാളിൽ സഹിക്കാവുന്നതും ഞാനുണ്ട് പറയുന്നു. കോരിസേ നിനക്ക് അയ്യോ കഷ്ടം, ബേത്സലേമേ നിനക്ക് അയ്യോ കഷ്ടം. അവിടെ പറയുകയാണ്, സുവിശേഷത്തെ എതിർക്കുന്നവരെ പറ്റി പറയുകയാണ്, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ന്യായവിധിയെപ്പറ്റി അവിടെ പറയുകയാണ്. സുവിശേഷം അനുസരിക്കാത്തവർക്ക് ന്യായവിധിയും ദുരിതവും പ്രയാസവും സോദോമ്യർക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കുമെങ്കിൽ സുവിശേഷം അറിയിക്കാൻ പോകുന്നവന് കഷ്ടതയല്ല, പകരം അവൻ അനുഗ്രഹമാണ് നൽകുന്നത്. നോക്കിക്കേ, ആമേൻ, അവൻ അനുഗ്രഹമാണ് നൽകുന്നത്. ഓ ഹല്ലേലൂയ, യേശുവേ നന്ദി കർത്താവേ. ഇവിടെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവർ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവർ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എൻ്റെ അയച്ച പിതാവിനെ തള്ളുന്നു. നോക്കിക്കേ, നിങ്ങൾ നോക്കിയേ, ചെന്നായ്ക്കളുടെ നടുവിൽ ആട്ടിൻകുട്ടിയെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ അവിടെ പോയിട്ട് അതുകൊണ്ടാണ് വഴിയെ പോകുന്നവരൊക്കെ ഹായ് ബായ് പറഞ്ഞ് അവരുടെ വഴിക്ക് പോകാതെ നിങ്ങൾ പറയുന്ന വാക്കൊരു വ്യക്തി കേൾക്കുന്നത് യേശുവിൻ്റെ വാക്കുകളായി. അപ്പൊ യേശുവിൻ എന്നാലോചിക്കുക, ഒന്ന് യേശുവിൻ്റെ പകരക്കാരനായിട്ട് നിങ്ങളൊരു വീട്ടിൽ പോകുന്നു, രണ്ട് യേശുവിന് പറയേണ്ട വാക്ക് നിങ്ങൾ പറയുന്നു. ആ വ്യക്തി പറയുക, സഹോദരി സന്തോഷം, നിങ്ങൾ എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചല്ലോ എന്ന് പറയുമ്പോൾ ആ വ്യക്തി യേശുവിനെ കൈക്കൊണ്ടു. യേശുവിനെ മാത്രമല്ല, യേശുവിനെ അയച്ച പിതാവിനെ കൈക്കൊണ്ടു. ഞാൻ ചോദിച്ചോട്ടെ, ഇനി ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഇവർ ഈ ഭവനത്തിലോട്ട് പോയത് എങ്ങനെയാ? ഈ ചെന്നായ്ക്കളുടെ നടുവിൽ എന്തായിട്ട് ഇവർ പോയത് ഒന്ന് പറഞ്ഞേ. ഇവരെങ്ങനെയുള്ളവരായിട്ടാ പോയത്? ആമേൻ. ഒരു ഗ്യാരണ്ടി ഇല്ലല്ലേ? ഏതെങ്കിലും ഒരു ആടിനെ ഒത്തു കിട്ടിയാൽ ഏത് ചെന്നായും അതിനെ പിച്ചി ചീന്തുവെങ്കിൽ, പ്രിയരെ ഇവിടെ നോക്കിക്കേ, യേശു ക്രിസ്തു അയക്കുന്ന ഈ കുഞ്ഞാടുകൾ ഇവരെ ഉറപ്പായിട്ട് പിച്ച് ചീന്താൻ പിശാശ് പ്ലാൻ ഇട്ടിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പിച്ചോണേ, പിശാശിൻ്റെ പ്ലാൻ. അതുകൊണ്ട് പിശാശ് മുന്നമേ പഠിപ്പിക്കണമെന്നറിയാവതെ, അയ്യോ നിങ്ങൾ അവിടെ പോയൊന്നും പ്രാർത്ഥിക്കരുതേ, നിങ്ങൾ എങ്ങാനും അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. അത് ആരെ പറയുന്നറിയാവോ? യേശു അല്ല ഈ പറയുന്നത്, യേശു അല്ല ഈ പഠിപ്പിക്കുന്നത്. പിന്നെ ആരാണ്? വഴിയിൽ കാത്തു നിൽക്കുന്ന ചെന്നായിയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണേ, നിങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ആമേൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് ദൈവം, ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് നിങ്ങളെ അയക്കുന്നത്. പക്ഷെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കാര്യം ഓർത്താണ്, ഇനി എന്നാ സംഭവിക്കാൻ പോകുന്നറിയാവോ? നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ? അവിടെ ചെന്ന് ആരുടെ മേലും കൈവച്ച് പ്രാർത്ഥിക്കരുത്, സാത്താൻ നിങ്ങളെ അടിക്കും, സാത്താൻ നിങ്ങളെ. പണ്ടൊരു സഹോദരനോട് പറഞ്ഞു, പണ്ട് എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ ചെന്നപ്പോഴേക്കും ആ ബ്രദർ പറയുക, ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വഴിക്ക് അവിടെ ഒരു പാറ സ്ഥലമായിരുന്നു, അവിടെ നിന്നൊരു ഭൂതത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു വിട്ടു. ആ വിടുതൽ, ആ കുടുംബം, ആ ഒരു പെൺകുട്ടി സൗഖ്യം പ്രാപിച്ചു. ഇറങ്ങി വരുന്ന വഴിക്ക് എൻ്റെ ഭാര്യനെ പിശാശ് പൊക്കിയെടുത്ത് നിലത്തടിച്ചു. പാറമേൽ തെന്നി വീണു, കൈ പൊട്ടി, പ്ലാസ്റ്റർ ഇട്ട്. കണ്ടോ? എന്നോട് പറഞ്ഞു, ബ്രദറെ ഇത് പോരാട്ടമല്ലേന്ന് ചോദിച്ചു. കണ്ടോ? ഞാൻ പറഞ്ഞു, അച്ചായ ഇത് പോരാട്ടം തന്നെയാണ്. കാര്യം നിങ്ങൾ ആ വീട്ടിൽ പോയപ്പോൾ മുതൽ മനസ്സ് മുഴുവൻ എന്നറിയാവോ? ആ വീട്ടിൽ ചെല്ലും, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഭൂതം ഞങ്ങളെ പിടിക്കും. ഈ വിശ്വാസവുമായിട്ട് പോയാൽ ഉറപ്പായിട്ടും സാത്താൻ നിങ്ങളെ അടിക്കും, ഉറപ്പായിട്ടും അടിക്കും. ഞാൻ പറഞ്ഞു, ഇതും ഞാൻ പറഞ്ഞില്ല, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കും, നീ വിശ്വസിക്കുന്നത് പോലെ ഭവിക്കും. ആ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് അതാണ് പറഞ്ഞത്, തെറ്റായ ദുരുപദേശം കേൾക്കാൻ പോകരുതേ.
നിങ്ങളുടെ മേലത് സംഭവിക്കും. എല്ലാ പ്രസംഗത്തിനും ആമയും കയ്യൊക്കെ അടിച്ച് സ്വോത്രവും ആലോലിയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മേലേക്ക് അത് വരികയാണ്, നിങ്ങളിലേക്ക് അത് പ്രവേശിക്കുകയാണ്. ആ സഹോദരൻ പറഞ്ഞു, ബ്രദറെ, അപ്പോൾ എൻ്റെ ഭാര്യേനെ അവിടെ ഉന്തിയിട്ട് തലകുത്തി മറിച്ച് തെന്നി അടിച്ച് വീണ് കൈ ഒടിച്ചത് ഇത് പോരാട്ടമല്ലേ? പോരാട്ടമാണ്. പകരം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അവിടെ വിശ്വസിച്ചുകൊണ്ട് നടന്നപ്പോഴും എല്ലാം നിങ്ങളുടെ മനസ്സിൽ മൊത്തവും ഈ ഉന്തിയിടുന്ന സാത്താനെ പറ്റി ധ്യാനിച്ചാണ് കയറിപ്പോകുന്നത്. പകരം ഈ 70 പേരെ പോലെ ഒന്ന് ചെല്ല്. നോക്കിക്കേ, 70 പേർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. യേശു പറഞ്ഞതുപോലെ അവർ പോയി. യേശു പറഞ്ഞു എന്തോ, പോകുന്ന വഴിക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ പൈസ എടുക്കുക, നിങ്ങൾ പേഴ്സ് എടുക്കണ്ട, ചെരുപ്പെടുക്കണ്ട, ഉടുപ്പെടുക്കണ്ട, ഒന്നും എടുക്കണ്ട. അവിടെ ചെന്ന് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവർ ഉടുപ്പും തരും, അവർ നിങ്ങൾക്ക് ആഹാരവും തരും, എല്ലാം തരും. ഞാൻ പലപ്പോഴും പറയട്ടെ, നമ്മൾ ഈ കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കാൻ പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ്. ഇതെല്ലാം ബ്രദർ കൊണ്ടുപോയിട്ട് എന്തോ എങ്കിൽ ബ്രദർ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ചിന്ത. ഇതെല്ലാം ദൈവദാസന്മാർ കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ എവിടെ കൊടുത്താലും സ്വർഗത്തിലെ ദൈവം കാണക്കൊണ്ട്. പണ്ടൊരു ബ്രദർ ഉണ്ട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ ആലയം പണിക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി പള്ളി പണിയാൻ വേണ്ടി വിതച്ചു, പക്ഷേ അവർ പള്ളിയൊന്നും പണിതില്ല, ഞങ്ങളുടെ കാശെല്ലാം പോയെന്ന് പറഞ്ഞു. കണ്ടോ, അവർ പള്ളിയും പണിതില്ല, ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ കുറേ പൈസ പള്ളി പണിയാൻ വേണ്ടി കൊടുത്തു, പക്ഷേ ഇതിലൊട്ടും പള്ളി പണിതില്ല, എന്തൊക്കെയോ കാര്യം കൊണ്ടത് മുടങ്ങിപ്പോയി, ഞങ്ങളുടെ കാശെല്ലാം പോയെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നവരുടെ കാശ് പോയി. പകരം ഞാൻ കൊടുത്തത് ഭൂമിയിലെ അക്കൗണ്ടിലല്ല, എൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ ചെന്നിരിക്കുന്നു. അവരാലയം പണിതാലും പണിതില്ലെങ്കിലും വിതയ്ക്കുന്നവൻ കൊയ്യുക തന്നെ ചെയ്യും. ഞാൻ ഇട്ടത് ഏതോ അക്കൗണ്ട് നമ്പറിലേക്കല്ല, ദൈവരാജ്യത്തിലേക്ക്. ഈ മനസ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ വിതയ്ക്കുന്നവരുടെ ജീവിതത്തിൽ നന്മ നിറയും. ഈ അറിവിൽ വേണം വിതയ്ക്കാൻ. ഇത് പലർക്കും അറിയത്തില്ല. പലരും ഓർത്തുകൊണ്ടിരിക്കുന്നത് ബ്രദർമാർക്ക് കൊടുത്തു, അവിടെ കൊടുത്തു. ഞാൻ എപ്പോഴും തിരുത്താറുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കിയേ, കർത്താവ് അവരെ അയക്കും പറയും, നിങ്ങൾ സഞ്ചി എടുക്കരുത്. ഇവിടെ സഞ്ചി എന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ മുമ്പിലെ വാലറ്റ്, അവരുടെ പോകുന്ന വഴിക്ക് നിങ്ങളുടെ ചെലവിനുള്ള കാശിൻ്റെ കാര്യം പറയും, അതെടുക്കരുത്. പൊക്കണം, ചെരുപ്പ് എടുക്കരുത്, 2 വസ്ത്രം എടുക്കരുത്. മറ്റു ഭാഗത്ത് പറഞ്ഞ് 2 വസ്ത്രം എടുക്കരുത്. എന്നിട്ട് നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിങ്ങളെ ആര് കൈക്കൊള്ളുന്നോ ആ വ്യക്തി യേശുവിനെ കൈക്കൊള്ളുകയാണ്. ആ വ്യക്തി യേശുവിന് കൊടുക്കുകയാണ്. ആ വ്യക്തി യേശുവിന് ആഹാരം കൊടുക്കുകയാണ്. എന്നിട്ടെന്താ പറയുന്നറിയാവോ? കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനേക ഭവനങ്ങളിൽ പോയി കഥ പറയാനല്ല, അവിടെ പോയി രോഗികളെ കൈവെക്കണം. അയ്യോ ബ്രദറെ, ഞാൻ കൈവച്ചിട്ട് ഒരു രോഗിയും സൗഖ്യമായില്ല. ബ്രദറെ, കൈവെക്കുക. രോഗികൾ നിങ്ങളിലൂടെ സൗഖ്യങ്ങൾ കൂട്ടം കൂട്ടമായി നടക്കും. ഒന്ന് കൈവച്ച് നടന്നില്ലേ, 2-ാം ദിവസവും ആ വീട്ടിൽ പോ, 3-ാം ദിവസവും വീട്ടിൽ പോ, 4-ാം ദിവസവും ആ വീട്ടിൽ പോ. സൗഖ്യം കാണുന്നത് വരെ കൈവച്ചുകൊണ്ടിരിക്കണേ. കാരണം പിശാച് നാണമില്ലാത്തവനാണ്, അവൻ ഇറങ്ങിപ്പോകാൻ മടി കാണിക്കുന്നവനാണ്. അവനെ ഇറക്കി വിടുവാൻ യേശു നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ഇനി നിങ്ങൾ താഴേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിക്കോണേ, താഴേക്ക് നോക്കിക്കോണം. അവരാ പട്ടണത്തിൽ കൈക്കൊള്ളുന്നുവെങ്കിൽ, നിങ്ങൾ ചെന്നാൽ നിങ്ങൾ കൈക്കൊള്ളുന്നുവെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ചിരുന്ന ഭക്ഷിപ്പിൻ രോഗികളെ സൗഖ്യമാക്കി. താഴേക്ക് വരുമ്പോൾ കാണാൻ പറ്റും, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവർ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവർക്ക് എന്നെ അയച്ചവനെ തള്ളുന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്. നോക്കിക്കേ, ചെന്നായിയുടെ നടുവിൽ ആട്ടിൻകുട്ടിയെ പോലെ പോയ 70 പേര് മടങ്ങി വന്നു. ഒരു ടെൻഷനുണ്ട്, എൻ്റെ ദൈവമേ, ആ പറഞ്ഞയക്കുന്ന സമയത്ത് ഏതെങ്കിലും നാട്ടിലെ നമ്മളെപ്പോലെ തെറ്റായ ദുരുപദേശം കേട്ട ആൾക്കാർ പറയും, എൻ്റെ ദൈവമേ, അവരുടെ കാര്യം കട്ടപ്പോകയാ. കാര്യം യേശു തന്നെ പറയുവാണ്, ഒരു ഗ്യാരണ്ടി ഇല്ലാതെ യേശു പറയുകയാണ്, ചെന്നായുടെ നടുവിലേക്ക് കുഞ്ഞാടിനെ പോലെ വിടുക. എന്തൊരവസ്ഥയല്ലേ കർത്താവേ, അത് ഭയങ്കര മോശമായിപ്പോയി കർത്താവേ. അവരെ അങ്ങനെ വിട്ടാൽ പൊടി പോലും കിട്ടുമോ? നോക്കിക്കേ, അവർ സന്തോഷത്തോടെ 70 പേരും മടങ്ങി വന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ പിശാചിന് അടിക്കാൻ പറ്റുമോ ഇല്ലയോ? ഈ വചനം കണ്ടിട്ട് പറ. ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടുന്നെല്ലാം കേട്ട ഉപദേശം ദൈവത്തിൽ നിന്നാണോ അതോ പിശാചിൽ നിന്നാണോ? പറ. ഈ ഉപദേശത്തിന്റെ ഉത്ഭവം എവിടുന്നായിരിക്കും? അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായില്ല? ബ്രദറെ, ഞാൻ ഇത്രയും വർഷം അങ്ങനെയല്ല വിശ്വസിച്ച. ആരും നിങ്ങൾ ബൈബിൾ വായിക്കുന്നില്ലാത്തതുകൊണ്ട് അതാ പ്രശ്നം. നിങ്ങൾ വെറുതെ പ്രസംഗം കേട്ട് കൈയടിച്ച് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായില്ല? ഇതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു.
നോക്കിക്കേ, ഇവിടെ 70 പേര് മടങ്ങി വന്നു. 70 പേര് സന്തോഷത്തോടെ, സങ്കടത്തോടെ അല്ല, മടങ്ങി വന്നിട്ട് പറയുക, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഭൂതങ്ങൾ, എൻ്റെ അർത്ഥം വലിച്ചു കീറാൻ നിന്ന ചെന്നായിയായ ഭൂതങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. ഇതെന്നാ പരിപാടിയാ? അടുത്ത വാക്യത്തിൽ പറയാണ്, അവർ അവനോട്, സാത്താൻ മിന്നൽ പോലെ താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടോ. ഈ 70 പേര് പോയി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പണ്ടത്തെ ഒരു ദർശനം എടുത്തു പറയതേ, നിങ്ങൾ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇവിടുന്നുണ്ട് കാണുക, സാത്താൻ്റെ തട്ടുമ്പൊക്കെ നേരെ താഴേക്ക് വീഴുന്നത് കണ്ടോ പ്രിയരെ. ഇതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിലും എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം കിടക്കുക. അത് ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിലും എനിക്ക് പ്രതിഫലമുണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ലേ, കർത്താവിൻ്റെ നാമത്തിൽ ആരെങ്കിലും എന്തേലുമൊക്കെ ചെയ്താൽ പ്രതിഫലമുണ്ട്, സ്വർഗത്തിൽ നിന്നുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഞാനതിൻ്റെ മർമ്മം എനിക്ക് മനസ്സിലായപ്പോഴാണ് എൻ്റെ സകല അനുഗ്രഹങ്ങളും തുറക്കുന്നത് അവിടെയായിരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ എവിടെ ചെന്നാലും ഞാനൊരു കാര്യം പറയാം, ഫുൾ ഗ്യാരണ്ടിയാണ്. പക്ഷെ നിങ്ങളുടെ വിശ്വാസം വളരെ ശ്രദ്ധിക്കണമേ, അനാവശ്യമായിട്ടൊന്നും തലയ്ക്കകത്തോട്ട് കയറ്റരുത്. ഇവിടെ നിങ്ങൾ ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഈ 70 പേരെ യേശു അയക്കുമ്പോൾ പോരാട്ടം, ബന്ധനം, അങ്ങനെ ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കണേ, ഞാൻ പോയി കൈവച്ചാൽ ആ പിശാച് എന്നെ തിരിച്ചടിക്കാൻ അവന് കപ്പാസിറ്റി ഇല്ല. അവൻ കൈ പൊക്കിയാൽ അവൻ്റെ കൈ വെട്ടി താഴെയിടുന്നൊരു അധികാരം എൻ്റെ കൂടെയുണ്ട്. അധികാരത്തിൻ്റെ പേര് അഭിഷേകം അഥവാ പരിശുദ്ധയാത്മാവ്. കണ്ടോ, യേശു ഇവരെ ഒറ്റയ്ക്കല്ല അയച്ചിരിക്കുന്നത്. ഈ അധികാരം എന്ന വാക്ക് എവിടെ കണ്ടാലും അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ഉണ്ട്. അതോറിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ട. ആമേൻ. അതുകൊണ്ടാണ് ബൈബിൾ 1 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. കണ്ടോ, പരിശുദ്ധാത്മാവില്ലാതെ അല്ല നിങ്ങൾ പോയിരിക്കുന്നത്. യേശുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഒരു വ്യക്തി പോകുമ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവ് അയക്കുവാണ് അവിടെ. കണ്ടോ, നിസാര കളിയല്ല പ്രിയരെ. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കാൻ പോകരുതേ. ആമേ. നോക്കിക്കേ, ഇനി മുതൽ നിങ്ങൾ ഓരോ വീട്ടിൽ പോയിട്ടും പ്രാർത്ഥിക്കണം. എത്ര പേര് തയ്യാറാണ് ബ്രദറെ? ഇത്രയും നാൾ എനിക്ക് പേടിയായിരുന്നു, ഇപ്പം ഞാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? ആമേൻ. എന്നാ ഒരു കാര്യം സിസ്റ്ററെ, ആരാ അത് ഒരു കാര്യം പറഞ്ഞു ഇടയ്ക്ക്? ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല സംശയമാണോ? അതെ, ഇതുമായിട്ട് തന്നെ. ഇത് നമ്മുടെ ചർച്ചിൽ എനിക്കറിയത്തില്ല, പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷെ അവര് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അത് തിരിച്ച് നിങ്ങളുടെ മേൽ വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ സിസ്റ്ററെ, ഈ ബൈബിളിനകത്ത് അങ്ങനെ ഒരു തെളിവുമില്ല. സ്കേവയുടെ 7 മക്കൾ സ്നാനപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത, ദുർമന്ത്രവാദികളായി നടക്കുന്ന 7 മക്കൾ അവരെന്ത് ചെയ്തു? ബിസിനസ്സിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളുടെ പോകാൻ പറഞ്ഞപ്പോൾ ഭൂതം ചാടി വീണു. ആരുടെ പേരാ അത്? മന്ത്രവാദികളായ, അവിശ്വാസികളായ ആ 7 പേരുടെ മേൽ ഭൂതം തിരിച്ചടിച്ചു. അപ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണോ? അല്ല. ഇതാണ് ഞാൻ പറഞ്ഞ പിശാചിൻ്റെ തന്ത്രം. ഇതാണ്. ഇവൻ പിന്മാറിപ്പോയാലും, അവൻ മരിച്ചു പോയാലും, അവൻ നിന്ന് പോയാലും, എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ ഗ്യാരണ്ടിക്കകത്താണ് ഞാൻ നിൽക്കുന്നത്. അല്ലെ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാർ മൊത്തം ഒറ്റയടിക്ക് യെരുശലേമിൽ വെച്ച് എന്തുകൊണ്ട് പിശാചിന് തീർക്കാൻ പറ്റിയില്ല? 120 പേരെ തീർക്കാൻ വലിയ പാടാണോ പിശാചിന്? ഒന്ന് പറ. മർക്കോസിൻ്റെ മാളിക മുറിയിൽ കയറിയ 120 പേരെ ഒറ്റയടിക്ക് പിശാചിന് തീർക്കാൻ വലിയ പാടുകൊണ്ടോ? പറ, നിങ്ങളൊന്ന് പറ. വലിയ പാടുകൊണ്ടോ അവന്? വലിയ പാടുകൊണ്ടോ? നീണ്ട 2000 വർഷമായിട്ട് അവൻ സകല പരിപാടി, അവൻ ബൈബിള് കത്തിക്കുന്നു, സുവിശേഷത്തിനെതിരെ നിയമങ്ങൾ കൊണ്ടിരുന്നു, ഭയങ്കര പരിപാടി കൊണ്ടിരുന്നു, ഭയങ്കര പ്രശ്നം കൊണ്ടിരുന്നു. എത്ര എതിർപ്പ് കൊണ്ടുവന്നാലും, എത്ര ബൈബിള് കത്തിച്ചാലും, എത്ര തടസ്സം കൊണ്ടുവന്നാലും, എത്ര നിയമം കൊണ്ടുവന്നാലും ഒരു കാര്യം ഉറപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ഒരാൾ ഇറങ്ങി തിരിച്ചാൽ അവനെ തകർക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല, ഒരു നിയമത്തിനും കഴിയത്തില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം. അവിടെയാ പ്രശ്നം. അവിടെ പോയിട്ട് ബ്രദറേ ഞങ്ങൾക്ക് മുഴുവൻ പ്രതികൂല ബ്രദറേ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കാതെ പറയണം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? വാചനം കൊണ്ട് വിട്ട്.
ഓ ബ്രദറെ, അവിടെ മൊത്തം ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. യേശുവിൻ്റെ നാമത്തിൽ പറ, ഇന്ന് എതിർത്ത് നിൽക്കുന്നവരെ മുഴുവനും ഞങ്ങൾ ഈ കരം കൊണ്ട് സ്നാനപ്പെടുത്താൻ വേണ്ടി പോവാന്ന് പറയണം. ഓ, വചനം പറയുന്നു, നിങ്ങൾ വചനം കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിക്കണവേ. ആ കിടന്നുകൊണ്ട് കേൾക്കുന്ന സൂമി കേൾക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാടി എണീറ്റ്. അങ്ങനെ നിങ്ങൾ കിടന്നുകൊണ്ട് കേൾക്കുന്നവരൊക്കെ ഒന്ന് ചാടി എണീറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ചാടി എണീറ്റ്. കിടന്നുകൊണ്ടൊന്നും ആരും വചനം കേൾക്കണ്ട. ചാടി എണീറ്റ്. അല്ലേ നിങ്ങൾ ലെഫ്റ്റ് ചെയ്തോ, എന്നിട്ട് സൂമി യൂട്യൂബിൽ കേട്ടോ. വളരെ സീരിയസ് ആയിരിക്കണമേ. വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറൊരു ബ്രദർ വരണ്ട. നിങ്ങൾ പ്രവചിക്കണം. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ അഭിഷേകത്തിലേക്ക് നിങ്ങൾ വർദ്ധിച്ച് കയറി വരണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സുവിശേഷം പറയണം. ഒരു വ്യക്തി വന്നിട്ട് പറയാം, ഞാൻ ഭയങ്കര പ്രശ്നത്തിൽ. അപ്പോൾ ഞാൻ അതിനേക്കാളും വലിയ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ പ്രശ്നം യേശു പരിഹരിക്കും. അറിയാവോ? ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെട്ടിരിക്കുക, ഭയങ്കര വിഷയത്തിരിക്കുക. നിങ്ങൾ പറയും, എൻ്റെ വിഷയം മാറിയിട്ട് ഞാൻ യേശു, ചിലരുണ്ട് എൻ്റെ വിഷയം മൊത്തം മാറിയിട്ട് ഞാൻ യേശു വേണ്ടി ഇറങ്ങാം. അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ വന്ന് ഇറങ്ങിക്കേ. പിശാച് ചിലപ്പോൾ പറയും, അതിന് നിങ്ങൾക്ക് എന്നാ മാറ്റം വരാഞ്ഞത്? സഹോദരി, എൻ്റെ മാറ്റം യേശു നോക്കിക്കോളും. കണ്ടോ, ഞാൻ സ്വർഗത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ദൈവം നോക്കിക്കോളും. അതെന്നാ നിങ്ങളുടെ കൊച്ച് ശരിയാകാത്തത്? നിങ്ങൾ എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നില്ലേ? നിങ്ങളുടെ കൊച്ചെന്നാ ശരിയാകാത്തത്? പിശാച് പറയുക, ഞാൻ നിൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും എന്ന് പറയണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതെന്നാ നിങ്ങളുടെ ഭർത്താവ് ശരിയാകാത്തത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ ശരിയാക്കിക്കോളും. ഇതാണ് എൻ്റെ ഗ്യാരണ്ടി. ആമേൻ. ഈ 70 പേരെ യേശു അയക്കുമോ? നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ നോക്കണം. അപ്പോസ്തലന്മാരോട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, സകലതും വിട്ടേച്ച് എന്നെ അനുഗമിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, ഈ പത്രോസ് ലീഹായുടെ വരുമാനം കൊണ്ടാണ് കുടുംബം ജീവിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടാണ് കഞ്ഞി മേടിക്കുന്നത്. ഈ മനുഷ്യനോട് കർത്താവ് പറയും, ഉള്ള വല്ലവും വലയിട്ടേച്ച് നാളെ മുതൽ 10 മണി മുതൽ എൻ്റെ കൂടെ ഇങ്ങ് പോരും. യേശുവിന് എന്നാ ജോലി? പറ. ക്രിസ്തുവിന് എന്നാ ജോലി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ശിഷ്യന്മാരെ മൊത്തം വിളിച്ചിട്ട് യേശു എന്നാ ജോലിക്കാണ് പോയത്? വരുമാനം കിട്ടുന്ന നല്ല ജോലിയുണ്ടോ യേശുവിന്? യേശു ആശാരിപ്പണിക്കാണ് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പോയത്. ഞാൻ ചോദിച്ചോട്ടെ, സുവിശേഷം പറയാൻ പോയി കഴിഞ്ഞാൽ പത്രോസ് ലീഹായുടെ വീട്ടിൽ അരി പുകയുവോ? കഞ്ഞി അടുപ്പ് പുകയുവോ? സുവിശേഷം പറയാൻ വേണ്ടി യേശു ക്രിസ്തു രാവിലെ യെരുശലേമിലും യഹൂദിയിലും ശമരിയയിലും എല്ലായിടത്തും ഇങ്ങനെ നടക്കുക. രാവിലെ മുതൽ അവിടെ ചെല്ലുമ്പോൾ ശമരിയ പട്ടണത്തിലെ മുടന്തന്മാർ നിൽക്കുന്നു, സൗഖ്യമാക്കുന്നു, വിടിവെക്ക് കൊടുക്കുന്നു, അവരുടെ സുവിശേഷം പറയുന്നു. അവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഇതൊരു ജോലിയാണോ? പത്രോസ് ലീഹ പറയും, കർത്താവേ, ഞാൻ കടലിൽ പോവുകയാണെങ്കിൽ വൈകുന്നേരം ഒരു കൊട്ട മീൻ കിട്ടും, പോട്ടെ ഒരു അരക്കൊട്ട മീനുകൾ കിട്ടും, അതുകൊണ്ട് കൊടുത്താൽ 100-200 രൂപ കിട്ടും, മതി. ആ കടയിൽ നിന്ന് അരിയും മേടിച്ച് പച്ചക്കറിയും മേടിച്ചിരിക്കും വീട്ടിൽ പോകാം. പക്ഷേ യേശുവിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എന്നെ കിട്ടും. അതുകൊണ്ടാണ് പത്രോസ് ചോദിച്ചത്, കർത്താവേ, സകലതും വിട്ടേച്ച് നിന്നെ അനുഗമിച്ചാൽ ഞങ്ങൾക്ക് എന്തു കിട്ടുമെന്ന് പത്രോസ് ലീഹ യേശുവിനോട് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, എല്ലാം വിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങുന്നവൻ്റെ കാര്യം യേശു നോക്കത്തില്ലെങ്കിൽ പത്രോസ് ലീഹയുടെ ഭവനം പട്ടിണി കിടന്ന് മരിച്ചതിനെ പകരം പത്രോസ് ലീഹയുടെ ഭവനം മരിച്ചിട്ടില്ല എന്ന് ബൈബിളിൽ പറയുന്നു. അവരവിടെ തന്നെ ഉണ്ട്. ആമേൻ. അങ്ങനെയെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളെ നോക്കേണ്ട കടമ യേശുവിനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു വീട്ടിൽ പോയി സുവിശേഷം പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, അവിടെ ഇരിക്കുന്ന പിശാചിന് നിങ്ങളുടെ കൈ പൊക്കി അടിക്കാൻ വരുമ്പോൾ അവൻ്റെ കൈ വെട്ടിമാറ്റുന്ന ഒരു പരിശുദ്ധാത്മാവ് അവൻ്റെ ആ വ്യക്തിയല്ല, ആ വ്യക്തിക്കകത്തിരിക്കുന്ന ദുരാത്മാവിൻ്റെ കൈയാകട്ടോ, ഒരിക്കലും ആ വ്യക്തിയുടെ കൈയല്ല. നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. ഒത്തിരി ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു സംഭവം, അതുകൊണ്ട് പേടിയെ പലർക്കും പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി. അയ്യോ ബ്രദറെ, എനിക്കുള്ള അധികാരമുണ്ടോ? യേശുവിനെ കർത്താവായി വിശ്വസിക്കുന്ന ആർക്കും പോയി പ്രാർത്ഥിക്കാം, ആർക്കും പ്രാർത്ഥിക്കാം. എത്ര കൊടിയ പിശാചിനെ തൊടാൻ പറ്റുന്ന അഭിഷേകമാണ് സുവിശേഷത്തിൻ്റെ അഭിഷേകം. എത്ര വലിയ കൊടിയ പിശാചിനെയും നിങ്ങൾക്ക് തൊടാൻ പറ്റും. നിങ്ങൾ സുവിശേഷത്തിൻ്റെ അഭിഷേകത്തിൽ നിന്നാൽ മതി. കണ്ടോ, പെരയ്ക്കകത്ത് കയറിയിരുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇറങ്ങിത്തിരിക്കുക. അയൽക്കൂട്ടത്തിൽ ചെല്ലുമ്പോഴേക്ക് ആരോ പറയുക, ഭയങ്കര തലവേദന, സഹോദരി ഒന്ന് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. പ്രസംഗിക്കാനൊന്നും പോകണ്ട, അവിടെ പോയി കേട്ടോ. ഒരു വാക്ക് പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, അങ്ങയുടെ അടിപ്പിണ ഒരാൾ സൗഖ്യം വന്നിരിക്കുന്നല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ രോഗത്തെ പുറത്താക്കുന്നു. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ.
നീണ്ട പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല. ഈ സംശയിക്കുന്നവർക്ക് നീണ്ട പ്രാർത്ഥന, വിശ്വസിക്കുന്ന ഒറ്റ അകത്തുറപ്പുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ആ സഹോദരി പറയാം, ഇപ്പോൾ എനിക്ക് വ്യത്യാസമുണ്ട്, മതി, ഇനി വ്യത്യാസമില്ലെങ്കിൽ ഓർത്ത് ഇന്നു മുതൽ ആ വ്യത്യാസം കണ്ടിരിക്കും. കാണുമ്പോൾ എല്ലാം കൈവച്ചോണം. ഒന്ന് ചെയ്ത് നോക്കിക്കേ. കാണുന്നില്ല എന്ന് പറയരുത്, കണ്ടുകൊണ്ടിരിക്കണം. അത് നിങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും തോറും ദൈവരാജ്യം നിങ്ങളിൽ വളരാൻ തുടങ്ങും. ദൈവരാജ്യത്തിൻ്റെ സകല പ്രൊവിൻഷ്യൻസ് നിങ്ങളുടെ തുറക്കാൻ തുടങ്ങും. എല്ലാ പ്രോഫിറ്റുകളും നിങ്ങളുടെ മേൽ. നോക്കിക്കേ, ഇവിടെ പൗലോസ് പറഞ്ഞുകൊണ്ട് അത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലം ഉണ്ട്. ഞാൻ നമ്മുടെ ഈസ്റ്റാമിൽ സഹോദരി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഹോളിൻ്റെ കാര്യത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഹോള് വ്യത്യാസം വന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഈസ്റ്റാമിൽ 27 നടക്കുന്ന പ്രാർത്ഥന പോസ്റ്ററിലുള്ള ആ ഹോളിലല്ല കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ലൈവിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രെയറിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് നേരെ സൂമിലേക്ക് പ്രവേശിക്കാം. അവിടെ കാണും, കമൻറ്റ് എവിടെയെങ്കിലും കാണും എൻ്റെ ലിങ്ക്. അതിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഉണ്ട്. ആമേൻ. നമ്മുടെ പോയിന്റ് മാറിയപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ സിസ്റ്ററെ, നമ്മളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? സുവിശേഷ വില ദൈവത്തിൻ്റെതാണ്. നമുക്കൊരു ഭാഗമാകാൻ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാകാൻ കിട്ടി. സിസ്റ്റർ ഇപ്പോൾ ഓടി നടന്ന് ഹോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ സിസ്റ്ററെ, എത്ര ഓടിയിട്ടുണ്ടോ അതിനെല്ലാം പ്രതിഫലമുണ്ട് കേട്ടോ. എവിടെയെല്ലാം ഓടിയിട്ടുണ്ടോ, എവിടെയൊക്കെ ഇനി ചിലർ പരിഹസിച്ചേക്കാം, ചിലർ കൈക്കൊണ്ടേക്കാം, ചിലർ നിന്ദിച്ചേക്കാം, അതിനെല്ലാം പ്രതിഫലം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എല്ലാത്തിനും പ്രതിഫലം ഉണ്ടെന്ന് പറ. എല്ലാത്തിനും പ്രതിഫലമുണ്ട്. ഇവിടെ ഞാൻ പറയുന്നല്ല കേട്ടോ, ബൈബിൾ നോക്കിക്കേ. നമ്മൾ പഠിപ്പിക്കുന്ന അടി കിട്ടുമെന്നല്ല പഠിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയാൽ പൗലോസ്ലീഹ പറയുക പ്രതിഫലം കിട്ടുമെന്ന്. കണ്ടോ, നമ്മൾ കേട്ടേക്കുന്നത് അടി കിട്ടുമെന്നാണ്, പൗലോസ്ലീഹ പറഞ്ഞത് പ്രതിഫലം കിട്ടുമെന്ന്. അപ്പോൾ ഏത് വേണം നിങ്ങൾ പറ. അടി കിട്ടുന്നതിൻ്റെ കാരണം ഇത് പലപ്പോഴും പലരുടെ ജീവിതത്തിൽ പിശാചിൻ്റെ അവരിങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് വിശ്വാസം വളരെ വളരെ വിലപ്പെട്ടതാ പ്രിയരെ. അതും എല്ലാം കേൾക്കുമ്പോൾ ചിലരും ഭയങ്കര ആരാധനയും സ്തോത്രമൊക്കെയാണ്. കേൾക്കുന്നത് ശ്രദ്ധിക്കുക. കൈ അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി പിണക്കം വന്നോട്ടെ, കുഴപ്പമില്ല. പറയണ അച്ഛാ ശരിയല്ല, ഇത് ഇങ്ങനെയല്ല കേട്ടോ വചനത്തിൽ പറഞ്ഞേക്കുന്നത്. അതുമൊക്കെ പിടിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാര്യം വചനത്തിന് വിരുദ്ധമായിട്ട് ഒരു കോംപ്രമൈസും ചെയ്യരുത്. വചനത്തിന് വിരുദ്ധമായിട്ട് ഒരു പരിപാടിയും പിടിച്ചാൽ പിശാച് കൂടെ പോരും. പിന്നെ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല കേട്ടോ. ഈ പ്രസംഗിക്കുന്ന ആൾക്കാർ അവിടുന്ന് വിട്ടങ്ങ് പോകും. അനാവശ്യമായിട്ടൊന്നും പിടിക്കരുത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും മിഷനറിമാർക്കോ ഏതെങ്കിലും സഭ പണിയാനോ ഏതെങ്കിലും കാര്യത്തിലൊക്കെ വിതച്ചിട്ട് നാളെ മുതൽ എന്നാ പണിയുന്നത് എന്നാ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തപ്പിപ്പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ വിഷയമല്ലത്. നിങ്ങൾ കൊടുത്തത് ദൈവരാജ്യത്തിലാണ്. നിങ്ങൾ വിതച്ചത് ദൈവരാജ്യത്തിലാണ്. നിങ്ങൾ അവിടെ അന്വേഷിച്ചാൽ മതി. അവിടുന്ന് തന്നോളും ദൈവം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് തന്നെ ഒരു വലിയ വണ്ടി എടുത്തിരിക്കുകയാണ്, പോകാനും യാത്ര ചെയ്യാനും വേണ്ടി. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, എന്തിനാണ് ഇത്രയും വലിയ വണ്ടിയുടെ ആവശ്യം? ചെറിയ വണ്ടി പോരെ? അപ്പം ഞാൻ പറഞ്ഞു, വലിയ വണ്ടിയുടെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരെ കൂടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാം. അതുമാത്രമല്ല, നമ്മുടെ മൈക്കും മറ്റ് സാധനങ്ങളും ഒക്കെ എന്നെ ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ ഒരു ചോദ്യം, അത് വല്ലോ എന്നാ പറഞ്ഞത്? അതെ. അപ്പോൾ അവർ പറയുക, ഇതിപ്പോൾ അതിൻ്റെ അത്യാവശ്യമുണ്ടോ? ഞാൻ പറയാം, ഉണ്ട്. വലിയ ഓട്ടം വരാൻ വേണ്ടി പോവാ. ഇത് ചിലവ് കൂടുതലല്ലേ? ഞാൻ പറയും, ഞാനിത് വിതയ്ക്കുകയാണ്. ഇത് ചിലവല്ല, ഞാൻ വിതയ്ക്കുകയാണ്. ഇതിൻ്റെ പ്രതിഫലം എനിക്കുണ്ടാകും. ആമേൻ. ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും സൂമി പറയാം. ഞാൻ എപ്പോഴും പറയാറില്ലേ, അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ ചെയ്യണം. നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യുക. ദൈവത്തിൻ്റെ പറയും. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാം തിരക്കുള്ളവരാണ്. ദൈവം ഇവിടെ എന്നെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പം ഞാനിപ്പം ജോലിയോട് കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുക. നാളെ അതെല്ലാം മാറും. കർത്താവിൻ്റെ നാമത്തിൽ മുന്നോട്ട് ദൈവം തിരക്കാവുമ്പോൾ നിൽക്കാൻ പറ്റാതാകുമ്പോഴേക്കും നമ്മളെ മാറ്റും ദൈവത്തിൻ്റെ സമയത്തിന്. എനിക്ക് വേണമെങ്കിൽ ഇനിയിപ്പം ജോലി ഇല്ലാതെ സുവിശേഷം വിളയുന്നവർക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കുറ്റം പറയുന്നുമല്ല. അവർക്ക് നല്ല ദൈവം നിങ്ങളെ അങ്ങനെ വിളിച്ചതാണ്. ഞാൻ അങ്ങനെ ഇറങ്ങിയ ആളാണ്. ഇപ്പോൾ തൽക്കാലം ദൈവം ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. വീണ്ടും കർത്താവ് വീണ്ടും പഴയ ട്രാക്കിൽ കൊണ്ടുവന്നിരിക്കും. നോക്കിക്കേ. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുക? എനിക്ക് ദിവസങ്ങളിൽ ഞാൻ നൈറ്റ് ഇപ്പോൾ ഇത് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഞാൻ എന്ത് ചെയ്യുക? ഡ്യൂട്ടിക്ക് നൈറ്റ് പോവുക. എനിക്ക് വേണേൽ പറയാൻ പറ്റത്തില്ലേ, ഓ ക്ഷീണവാ, കിടന്നുറങ്ങാൻ വേണ്ടി പോവുക. ഒന്നും ചെയ്യാൻ ദൈവം ഒന്നും പറയത്തില്ല.
ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി വന്ന് കിടക്കുവാണ്, ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം, ഭയങ്കര ടയേർഡാണ്, 1 മണിക്കൂർ ഉറങ്ങട്ടെ. ഞാൻ അത് മാറ്റി വെച്ചിട്ട് നിങ്ങളോട് സുവിശേഷം പറയുമ്പോൾ എൻ്റെ ആകത്തെ ആഗ്രഹം യേശുവിൻ്റെ രാജ്യം വളരുവാൻ ദൈവം എനിക്കൊരു അവസരം നന്നായിട്ടാണ് ഞാൻ കാണുന്നത്. കണ്ടോ, അതൊരു കുറവല്ല, അതൊരു കഷ്ടപ്പാടല്ല, അതൊരു അവസരമായിട്ട് ഞാൻ കാണാൻ. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തില്ലേ പ്രിയരെ? നമ്മളെ തിരഞ്ഞെടുത്തില്ലേ? ദൈവം നമ്മളെ കണ്ടില്ലേ? ഇത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ശ്രേഷ്ഠന്മാരെ തള്ളിയിട്ടാണ് തമ്പുരാൻ നിങ്ങളെ ഒന്നുമില്ലാത്തവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കാൻ വിളിക്കപ്പെട്ടവരാ. അല്ലാതെ ബ്രദറെ ഞങ്ങൾ പോവുക കേട്ടോ, ബ്രദർ പ്രാർത്ഥിച്ചേക്കണേ, വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകണം, നിങ്ങൾ അതിന് വേണ്ടി അയക്കുന്നത്. നിങ്ങൾ ആദ്യം വിശ്വസിക്കണം, യേശു എന്നെ ഉപയോഗിക്കും. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ പറയണം, എൻ്റെ ഭവനത്തിൽ യേശു എന്നെ ഉപയോഗിക്കും, എൻ്റെ തലമുറകൾക്ക് അനുഗ്രഹമായി യേശു എന്നെ ഉപയോഗിക്കും, എൻ്റെ ഭർത്താവിനും കുടുംബത്തിനും നാട്ടുകാർക്കും സകലർക്കും രാജ്യത്തിനും യേശു എന്നെ അനുഗ്രഹമായി ഉപയോഗിക്കും. ഉപയോഗിക്കണമേ എന്ന് പറയുന്നത് ബൈബിൾ പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാതെ മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. ഒരു ഡോക്ടർ പോട്ടെ, നിങ്ങളിപ്പോൾ ഒരു ജോലി സ്ഥലത്ത് ഒരു ഡോക്ടർ പറയുക, ഡോക്ടറെ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ ചെയ്തു, ഡോക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തു, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി, അദ്ദേഹത്തിന് എല്ലാം കിട്ടി, നേരെ അവരെ ഡ്യൂട്ടിയിലോട്ട് കയറാൻ വേണ്ടി വന്നു. ഡോക്ടർ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നിട്ട് കൈ കെട്ടി നിൽക്കുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് അടുത്തേക്ക് നേഴ്സ് പറയുക, സാറേ എന്നാ നമുക്ക് തുടങ്ങേണ്ടത്? ഉടനെ ഡോക്ടർ പറയുകയാണ്, എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് എന്നാ സംഭവിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് പറ, എന്തായിരിക്കും അടുത്ത അവസ്ഥ? രോഗീനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്ന് എന്നായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? അത് മരിച്ചു പോവും, വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നു. പ്രിയരെ, ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോഴും ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോഴും പലതും തുറക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. പറയണം, ദൈവത്താൽ ഞാൻ ഉപയോഗിക്കപ്പെടും, അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ ഉപയോഗിക്കപ്പെടും, ശക്തമായി ഉപയോഗിക്കപ്പെടും. പെടും എന്നുള്ളതും പെടണമേ എന്നുള്ളതും രണ്ടാകട്ടോ. ഇവിടെ 70 പേരോട് യേശു പറഞ്ഞപ്പോൾ ഉടനെ അവർ പറയും, കർത്താവേ, ചെന്നായിയുടെ വലിപ്പം കർത്താവിന് അറിയാവോ? ഇതൊന്നും അവർ പറഞ്ഞില്ലല്ലോ. നമ്മളാണ് പറഞ്ഞു, ചെന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂർച്ചയുള്ള പല്ലുണ്ട്, അതിന് ഭയങ്കര വേഗതയുണ്ട്, അതിന് നഖമുണ്ട്, അത് മാന്തിപ്പറിക്കും, അത് കടിച്ചു. ഇതൊന്നും അവർ പറയാൻ വേണ്ടി പോയില്ല. യേശു പറഞ്ഞു, അവർ പോയി. ചെന്നായോ ആടോ ഒന്നും അവർക്ക് വിഷയമല്ല. അവർ യേശു പറഞ്ഞതുപോലെ ഓരോ വീട്ടിലും പോയിട്ട് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താ ദൈവരാജ്യം എന്നറിയാവോ? പിശാച് ഈ ലോകത്തിനെ പോലെയല്ല, യേശു രാജാവായിരിക്കുന്ന രാജ്യമാണ്. അവിടെ രോഗമില്ല, കട്ടതയില്ല, പ്രയാസമില്ല, ദുരിതമില്ല, ഒന്നുമില്ല. യേശുവിൽ വാഴുന്നവരാ നിങ്ങൾ. എന്നിട്ട് രോഗിയെ നിനക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചിരിക്കുന്നത്. നിന്നെ സൗഖ്യമാക്കാനാണ് യേശു വന്നിരിക്കുന്നത്. കണ്ടോ, അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് കൈയെടുത്ത് മർക്കോസിൻ്റെ 16 പോലെ കൈയെടുത്ത് വെക്ക്. ഒരു നഷ്ടവും ഇല്ല. ബ്രദറെ, സൗഖ്യമായില്ലെങ്കിലോ, തിരിച്ചാൽ സൗഖ്യമായാലോ, ഇത് വേണം പ്രതീക്ഷിച്ച് പോകാൻ. സൗഖ്യമായാലോ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. തിരിച്ചറിഞ്ഞോണേ, ഇറങ്ങിത്തിരിക്കണേ. ഒരു വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, അവർ കൈക്കൊണ്ടില്ലെങ്കിൽ മടുത്ത് നിരാശപ്പെടേണ്ട, അടുത്ത ഭവനത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. ആമേൻ. യേശുവേ, ഞാനിനി പറഞ്ഞില്ല, ഇനി മുന്നോട്ട് ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് മുന്നോട്ട് വീടുകളിൽ പോയി ഇനി പ്രാർത്ഥിക്കാനോ അവിടെ എല്ലാം പോയി നോട്ടീസ് കൊടുക്കാനോ പരസ്യമോ നടത്തണമെന്നും പറ്റത്തൊന്നുമില്ല. എതിർപ്പുകൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ശക്തിപ്പെട്ടാൽ മതി. നിങ്ങളുടെ ഭവനത്തിലേക്ക് ആൾക്കാർ വരാൻ വേണ്ടി ആമേൻ പറഞ്ഞു. നിങ്ങളുടെ ഭവനത്തിലേക്ക് അനേകർ വന്ന് വിടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. യേശു ഇരുന്ന സ്ഥലത്ത് മേൽക്കൂര പൊളിച്ചിട്ട് 4 പേര് കൂടി തളർവാദ രോഗിയെ ഇറക്കിയെങ്കിൽ അപ്പോസ്തലന്മാർ ഇരിക്കുന്ന പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ കർത്താവ് തൻ്റെ ആത്മാക്കളെ അവരിലേക്ക് അയച്ചെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇനി ആൾക്കാർ വരാൻ വേണ്ടി പോവുകയാണ്. രോഗികൾ വന്ന് കയറാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആത്മാവിൽ അതിനെ സ്വീകരിച്ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. സുവിശേഷ വേല ചെയ്യുവാൻ എല്ലാവരും ചെയ്യണം, മസ്റ്റാണ്. ബ്രദർ പ്രാർത്ഥിക്കാൻ നിൽക്കാറ്, നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രവചിക്ക്. നിങ്ങളുടെ ഉള്ളത്തിൽ തമ്പുരാൻ തരും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ തലമുറയെ കൈവച്ചങ്ങോട്ട് പറഞ്ഞോണം, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാനാ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കൈവപ്പ അവർക്ക് വേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ ഭർത്താവിനോട് ഭർത്താവ് നമ്മൾ രക്ഷപ്പെടുമെന്ന് പറയണം, നമ്മൾ സാക്ഷ്യമാകുമെന്ന് പറയണം.
ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്. ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞൊരു ഫാമിലി, ഞാൻ 2019 പരിചയപ്പെട്ട ഫാമിലി. അപ്പോൾ അവരോട് തർക്കിച്ചു. അവർ കുറേ അനുഭവം പറഞ്ഞു. ഞങ്ങൾ പോയി ഭൂതങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓടിച്ചിട്ട് കുറേ അടി ഞങ്ങൾക്ക് കിട്ടി. ഞാൻ പറഞ്ഞു, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണേ, അടി കിട്ടുമെന്ന് വിശ്വസിച്ച് പോയാൽ പിശാചിന് നിങ്ങളൊരു ആയുധം കൊടുക്കുക. ഇവിടെ ഈ ഒരു വാക്യം കൊണ്ട് പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാവേ. ഉറക്കെ നിങ്ങൾ പറയേണ്ട വാക്യമാണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, അവർ 70 പേര് മടങ്ങി വീണു വന്നതിന് ശേഷം യേശു പറഞ്ഞ വാക്കുണ്ട്. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എല്ലാത്തിനും ഒറ്റ മറുപടി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. അതിനർത്ഥം എത്ര ചെന്നായി ആണെങ്കിലും എത്ര പിശാചാണെങ്കിലും അവൻ്റെ ബലത്തെ ചവിട്ടുവാൻ, അവൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല. ഞാൻ പറയുന്നതല്ല, ഒന്നും. നിങ്ങളെ വചനം കണ്ടോ? ലൂക്കോസ് 10:1 മുതൽ 19 വരെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, ഒന്നും ഒരിക്കലും ഒരു ദോഷവും. അപ്പോൾ ബ്രദറെ, ഞങ്ങൾ അങ്ങനെ അല്ല പഠിച്ചത്. നിങ്ങൾ എന്ത് പഠിച്ചാലും അല്ല, ബൈബിള് വിരുദ്ധമായിട്ട് എന്ത് പഠിച്ചാലും ദുരിതവശമാണ്. ഇവിടെ യേശു നേരിട്ട് പറയുക, ഒന്നും ഒരിക്കലും ഒരു ദോഷവും. ഞാൻ ബ്രദറെ, ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയ വഴിക്ക് ബസ് സ്റ്റോപ്പിൽ വെച്ച് സാത്താൻ എന്നെ അടിച്ചു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. ഇതും പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. ഇത് വിശ്വസിക്കണം നിങ്ങൾ. അല്ലാതെ അടി കിട്ടുമെന്ന് വിശ്വസിച്ച് പോയാൽ സാത്താന് ആയുധം കൊടുക്കുന്നത് പോലെ അവന് ആയുധം കൊടുത്തിട്ട് അടി മേടിക്കുക. അവനെ പിടിച്ചു കെട്ടി അവൻ്റെ കോപ്പ് കവർന്നെടുത്തവരാണ് വിശ്വാസികൾ. എന്നിട്ട് യേശു ഏറ്റവും പറയുകയാണത്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ. അപ്പോൾ രക്ഷിക്കപ്പെടണം. ഇതാ കാര്യം. ഏത് വീട്ടിൽ ചെന്നാലും പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിനെ അറിയുന്നവൻ യേശുവിനെ അനുഗമിക്കണം. ഭൂതവും രോഗസൗഖ്യവും കർത്താവിൻ്റെ നാമത്തിൽ കൊടുത്തോണ്ട് പറഞ്ഞു. സഹോദര, നാളെ മുതൽ നീ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അതും ഇതുമൊക്കെ ബാൽവിഗ്രഹത്തിൻ്റെ പുറകെ പോകുന്നത് പോലെ യേശുവിനെ അനുഗമിക്കണം. നിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതണം. അത്ഭുതങ്ങൾ ഇനിയും നടക്കും. അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് നിത്യജീവനുണ്ട്. അവിടെ നിൻ്റെ പേര് എഴുതണമെങ്കിൽ യേശു എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കണം. ഇതും പറഞ്ഞിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി, കേട്ടോ. എന്നിട്ട് അവനോട് പറയണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഈ ഭൂമിയിലൊരു ജീവിതമുണ്ട്. സ്വർഗത്തിൽ യേശുവിൻ്റെ കൂടെ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഒരു ഇരിപ്പിടവും ഉണ്ടെന്നും പറയണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഒന്നും തയ്യാറാക്കി നിങ്ങളുടെ കരത്തിലൂടെ ഇന്നു മുതൽ രോഗസൗഖ്യങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തിലും സ്വന്തമായിട്ട് കൈവച്ചിട്ട് പറയണം. ആരും കൈവെക്കാൻ വരത്തൊന്നുമില്ല. സ്വന്തമായി കൈവച്ചിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ട്. കുറച്ചു നേരം പറഞ്ഞ്, രോഗത്തിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ട്. രോഗശക്തിയുടെ മേൽ എനിക്ക് അധികാരമുണ്ട്. രോഗത്തിൻ്റെ ദുരാത്മാവിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ട്. പൈശാചിക ശക്തികളുടെ മേൽ എനിക്ക് അധികാരമുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ ശാപത്തിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ട്. നിന്ദകളുടെ മേൽ എനിക്ക് അധികാരമുണ്ട്. തകർക്കാൻ നിൽക്കുന്ന ദുഷ്ടപിശാചിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ട്. ചില നിമിഷം പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഏതെങ്കിലും ഉപദേശത്തിലോ വാക്കുകളിലോ പ്രവൃത്തിയിലോ കയറിക്കൂടിയ സകല പൈശാചികളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. നന്മ തുറക്കട്ടെ, നന്മ തുറക്കട്ടെ, നന്മ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഓ ജീസസ്, ഞാൻ ഈ കറിയാച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. കറിയാച്ചൻ എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ ഭവനത്തെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഞാൻ ആ പിതാവിൻ്റെ ശരീരത്തെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ ശരീരം ജീവനോടെ ഉണ്ടോ ഇല്ല എനിക്കറിയത്തില്ല. പക്ഷേ ശരീരത്തെ എനിക്കിപ്പം കാണാൻ കഴിയുന്നില്ല. ഞാൻ ആ കുടുംബത്തെയാണ് കാണുന്നത്. ആ കറിയാച്ചൻ്റെ ഭവനത്തിൽ 1999 മുതൽ ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ ഭവനത്തിൻ്റെ അകത്ത് നാശനഷ്ടങ്ങളിലൂടെ കയറിക്കൂടിയ ഒരു വിപത്തിൻ്റെ സ്പിരിറ്റ് ഇപ്പോൾ ആ കുടുംബം വിട്ടുപോകുന്നു. അത് തലമുറകളുടെ മേൽ ബാധിച്ച് ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറകളെ ഇരുത്തിക്കളയുന്ന രീതിയിലേക്ക് വന്ന ഒരു വിഷയത്തെ ഇന്ന് തിരുവചനം കേട്ട മക്കൾ, ആ കുടുംബം ആരാണോ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. നിങ്ങളെ ഇരുത്താൻ നോക്കിയതിൻ്റെ മേൽ നിങ്ങൾ ഇപ്പോൾ വാഴാൻ വേണ്ടി പോകുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂമിലോ ലൈവിലോ ആ ഭവനം ഇന്നെന്നെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞ് പറയാൻ വേണ്ടിയാണോ? ബ്രദറെ, ഞാൻ എൻ്റെ വീട് ബ്രദറെ.
ഈ പറഞ്ഞ വ്യക്തി ആരാ സിസ്റ്ററെ? എന്റെ ഭർത്താവിന്റെ അപ്പനായിരുന്നു, കറിയാച്ചൻ എന്നായിരുന്നു എല്ലാരും വിളിക്കുന്നത്. 2 പേരുണ്ട്, ദാനിയേലെന്നും ഉണ്ട്. പക്ഷെ ഉള്ളതാ ബ്രദറെ 99 മുതല ഞങ്ങള് ഇതുള്ളതാണോ വെളി സിസ്റ്ററെ? രാജ്യത്ത് വന്നപ്പോ തൊട്ടായിരുന്നു. ഈ പറഞ്ഞ ആന്ന് ബ്രദറെ, 99 കാലഘട്ടം പോലാണ് ഈ വിഷയങ്ങൾ ആരംഭം തുടങ്ങിയത്. ആന്ന് ബ്രദറെ, ഞങ്ങള് നിങ്ങൾ അവിടെ കേട്ടെ, പൂനെയില് നമ്മൾ നിൽക്കുന്നത് 2025 പരിശുദ്ധാത്മാവ് 99 തടസ്സപ്പെട്ട് കടന്ന വിഷയത്തിന്റെ മേൽ നമ്മളെ യാത്ര ചെയ്യിക്കുക. കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടോ ഇന്ന് ആ വീടിന്റെ അകത്ത് കയറിക്കൂടി നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് നഷ്ടങ്ങൾ സംഭവിച്ച് മരണങ്ങളെ പോലും കൊണ്ടുവന്നിട്ട സകല സ്പിരിറ്റുകളും ഇന്ന് കുടുംബം വിട്ട് അഴിയട്ടെ. സകലത്തെ ഇരുത്തിക്കളഞ്ഞാൽ എന്റെ വാക്ക് പറയാ, എല്ലാത്തിനെയും അവിടെ ഇരുത്തിക്കളഞ്ഞു. ഒന്നിനും രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം ഒന്നിനു പുറകെ ഓരോ കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടൊരു ജീവിതമായിരുന്നു. യേശുവേ, ഇന്ന് കര കയറുക കേട്ടോ. ഇസ്രേ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ഈ പ്രവചനത്തെ, ആലോചനയെ, ഈ പ്രൊഫറ്റിക്കൽ ഡെലിവറൻസിനെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് കുടുംബം രക്ഷപ്പെടട്ടെ. ഓ യേശുവേ, ദൈവരാജ്യം പ്രസംഗിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ബന്ധനങ്ങളെ അഴിക്കുവാനും കർത്താവ്, ഇത് അഹങ്കാരമല്ല, നെകളമല്ല കേട്ടോ, ഇത് അധികാരമാണ്. ഇത് അധികാരമാണ്. യേശുവിന്റെ നാമത്തിൽ ഇത് അധികാരമാണ്. യേശു തന്ന അധികാരമാണ്. ഇത് കൃപയാണ്. ഞങ്ങളിപ്പോൾ അതിനെ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ കുടുംബത്തെ, ഞങ്ങളെ കെട്ടുകളെ പൊട്ടിച്ചു വിടുന്നു. ഫ്രീ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്നു മുതൽ ജൂൺ മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ആരംഭിക്കും കുടുംബത്തിനകത്ത് കേട്ടോ. എന്റെ മോളാ ബ്രദറെ. മോളാണോ ജൂൺ മാസം ജനിച്ചത്? ഓ യേശുവേ, ഇന്ന് ആ മോളിപ്പോ എവിടെയാ? മോള് സൗദിയിലായിരുന്നു, ഇപ്പൊ വന്നിട്ടുണ്ട്. ഇവിടെ അച്ഛന് ഞങ്ങളെ ആരെയും വിളിക്കല, വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുക. ഓ, ഇന്ന് ആ മോളെ ആ ദൈവം എന്നോട് പറഞ്ഞ കർത്താവിനോട് പറയും, ഈ ജൂൺ മാസത്തിലാണ് മോള് ജനിച്ചെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഓ എന്റെ കർത്താവ്, ഇന്ന് ആ മകളെ ആദ്യം ദൈവം തൊടാൻ വേണ്ടി പോകണം. അവളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ തലമുറയുടെ മേൽ ബാധിച്ചു നിൽക്കുന്ന പിശാചിനെ ഞങ്ങൾ ഇപ്പോൾ ആത്മാവിൽ വെട്ടിവിടുന്ന കലഹത്തിന്റെ ദുരാത്മാക്കൾ, ഇടർച്ചയുടെ ദുരാത്മാക്കൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ പുറത്താക്കുന്നു. കുടുംബം ഫ്രീ ആകട്ടെ. സത്യവചനം കയറട്ടെ അകത്തോട്ട്. സത്യവചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് റിലീസ് ചെയ്യും. ബ്രദറെ, അച്ഛൻ പിന്നെ ഈ സ്നാനമൊക്കെ എടുത്തതാ. പക്ഷെ അച്ഛൻ ഇപ്പൊ ഒരു 2018 തൊട്ടങ്ങ് തിരിഞ്ഞ് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് അതിന്റെ വേരോടെ പിഴുതു പോവാ. ഓ താങ്ക് യു ജീസസ്. ഏറ്റെടുത്തോ കേട്ടോ എല്ലാവരും. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളൊന്ന് ഈ ദിവസങ്ങളിൽ ബലപ്പെട്ടേ. ആ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ആരെങ്കിലും പറയും, ഒരു വേദന പറഞ്ഞാൽ ഒന്ന് കൈവച്ച് നിങ്ങൾ അധികാരത്തെ ഒന്ന് പുറത്തെടുത്തേ. ഒരു തവണ വെച്ചു ബ്രദറെ മാറിയില്ല, 2 തവണ വെച്ചു മാറിയില്ല, 3-ാം തവണ വെക്ക്. യേശുവിൻ്റെ നാമത്തിൽ പുറത്തെടുക്ക് നിങ്ങളുടെ അധികാരത്തെ. നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങളെ യേശു ആക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറ, ഇപ്പോൾ യേശുവിന് ശ്വാസ തടസ്സത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ, വർഷങ്ങളായി ശ്വാസതടസ്സം, ചില സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ശ്വാസം നിലച്ചു പോകുന്ന അനുഭവങ്ങളെ നിന്ന് ഇപ്പോൾ കൈയെടുത്ത് വെക്കുന്ന നെഞ്ചിലോട്ട് യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. വർഷങ്ങളായി കയറിക്കൂടിയ രോഗത്തെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തുറക്കുന്നപ്പോൾ സൗഖ്യം നടക്കുന്നപ്പോൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ് ആ ഷുഗറിനോട് പറ, ജീവിതകാലം മുഴുവൻ ഇൻസുലിനെടുത്ത് മരുന്ന് കഴിച്ച് എനിക്ക് മനസ്സിലെന്ന് പറ. യേശുവിൻ്റെ അടിപ്പുണർ എൻ്റെ സൗഖ്യമാണ്. എനിക്ക് രോഗിയായി കിടക്കാൻ മനസ്സിലെന്ന് പറ. ആ ചലിക്കാത്ത കാലിനോട് പറ, ഞാൻ ചാടി ഓടി ആ മുടന്തൻ ദൈവത്തെ ആരാധിച്ചതുപോലെ ഞാൻ ആരാധിക്കും. കാഴ്ചയില്ലാത്തവരെ കണ്ണാടി വെക്കുന്നവരെ കണ്ണാടി എടുത്ത് മാറ്റിക്കേ. എല്ലാ വർഷവും കൊണ്ടുവന്ന് പവർ ഗ്ലാസ് മാറ്റുന്ന ഞാൻ ഇന്നു മുതൽ ആ കാശ് കൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുമെന്ന് പറ. ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ ചിലവാക്കുന്ന പൈസ ഇനി ഞാൻ തീരുമാനിക്കുക, ഞാൻ സുവിശേഷ വേലയ്ക്ക് വിതയ്ക്കാൻ വേണ്ടി പോവാ. ഇനി എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്ന് കൽപ്പിച്ച് രോഗത്തോട് കൽപ്പിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു പറ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുവല്ല, കൽപ്പിക്കുന്നു പറ. യേശുവിൻ്റെ നാമത്തിൽ രോഗമേ നീ കീഴ്പ്പെട്ടേ പറ്റത്തുള്ളൂ, നീ സൗഖ്യം ആയേ പറ്റത്തുള്ളൂ, അത്ഭുതം ഉണ്ടായേ പറ്റത്തുള്ളൂ. കാര്യം യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങും. ഏത് നാവും യേശു കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയും. അതുകൊണ്ട് ഇന്ന് അത്ഭുതം. ഓ യേശുവേ,
Oh, thank you, Jesus Christ. Thank you, Jesus Christ. In the name of Jesus Christ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ സാന്നിധ്യം നിറയുക, ആ രോഗസൗഖ്യം നിറയുക, അത്ഭുത സൗഖ്യം ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ ഒരു അസ്വറുദ്ദീൻ എന്ന് പറയുന്ന, അസ്വറുദ്ദീൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ആ യാത്രയ്ക്കകത്ത് ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ദൈവം നിങ്ങളെ ഒരു സാക്ഷിയാക്കി ആ വ്യക്തിയുടെ ജീവിതത്തെ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഈ അസ്വറുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയെ ഞാൻ കാണുന്നത്. ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോണേ. ആ വ്യക്തിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണേ. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മാമേൻ പറഞ്ഞ കുടുംബം സ്വീകരിച്ചോണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ആ വേദനകളുടെ മേൽ ഞങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാനുള്ളവർ മാത്രം ഈ സമയത്ത് ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ മൈക്ക് ഞാൻ ഓൾറെഡി അൺമ്യൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഓണായി വരും. അത് ആലോചന ഇടപെടുന്നവർ മാത്രം മ്യൂട്ട് മാറ്റി നിങ്ങൾ സംസാരിക്കണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് ആ ശരീരത്തിൻ്റെ അകത്ത് വേദനയ്ക്കകത്തോട്ട് ഒരു സൗഖ്യം നടന്നവരൊന്ന് ചെക്ക് ചെയ്തേ. ഓ യേശുവേ, സൗഖ്യം നടന്നവരൊന്ന് ചെക്ക് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനിപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഒരു സുലോചന എന്ന് പറഞ്ഞ സഹോദരിയുണ്ട്. ആ സഹോദരി അല്ലാതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചേടത്തി എന്ന് ഞാൻ പറയുന്നത്, അത് കസിൻ സിസ്റ്ററാണ്. ആ സിസ്റ്റർ സുലോചന, നമ്മുടെ പ്രാർത്ഥനയെ കൂടുന്ന സിസ്റ്റർ, സുലോചന സിസ്റ്റർ മാത്രമല്ല, ആ നിങ്ങളുടെ ഒരു കസിൻ സിസ്റ്ററാണ് സുലോചന എന്ന സിസ്റ്റർ അല്ല, സിസ്റ്റർ വേറൊരാളെ പറ്റിയാണ് പറയുന്നത്. കസിൻ സിസ്റ്ററായ സുലോചന, 2 ആൺ തലമുറയുള്ള ഒരു സുലോചനയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ വേർതിരിക്കുവാന്ന് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതം എന്ന ആ വ്യക്തിക്ക് വേണ്ടി വ്യാപരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. അത്ഭുത സാക്ഷ്യം പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ വലിയ കൃപ വ്യാപരിക്കുന്നല്ലോ, വലിയ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇന്ന് ഈ സൂമിലും ലൈവിലും ഒക്കെ കാണുന്നവർ വളരെ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കണമേ. എനിക്കറിയാം ഉറപ്പായിട്ടും ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ കാണുന്ന സൂമിൽ കൂടുന്ന ഈ 400 ചില്ലാൻ ആൾക്കാർ മാത്രമല്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരേപോലെ 4 ചാനലുകളിൽ ഒരേപോലെ ലൈവ് വെക്കൊണ്ടിരിക്കുക, സ്ട്രീമിൽ ലൈവ് വെക്കൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങളെ അറിയുന്നു. ഹൃദയ രഹസ്യങ്ങളെ യേശു അറിയുന്നു. ഹൃദയ രഹസ്യങ്ങൾ ഈ സമയത്ത് മ്യൂട്ട് മാറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ. ഓ ജീസസ്. 1958 1958 എന്ന് പറഞ്ഞൊരു നമ്പർ എന്നെ എടുത്ത് കാണിച്ചിരിക്കും. 1958 എന്ന് പറയുന്നൊരു നമ്പർ, 1958. ഈ നമ്പർ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് തന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് എന്ന് സ്പർശിക്കുന്നതായിട്ട് പറയും. 1958. അതെന്ത് നമ്പറാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന എന്തൊരു നമ്പറാണ് അത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ നമ്പരുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഏത് നമ്പറാണോ അത് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ മേൽ തുറക്കാൻ വേണ്ടി. ഇപ്പോൾ എന്താണെന്ന് ചോദിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് ഓർത്തെടുത്ത് നിങ്ങളുടെ ഏത് നമ്പറാണ് അത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത്, ആ നമ്പരുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണോ അതിൻ്റെ ആ വിഷയം ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ ഡോറ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തമേറിയ സാന്നിധ്യം ഇന്ന് സംഭവിക്കുന്നല്ലോ. ഓ യേശുവേ, ഓ യേശുവേ, പരിശുദ്ധാത്മാവേ. ഒരു പാസ്പോർട്ടിൻ്റെ ഒരു നമ്പർ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് U518071
3 എന്നൊരു നമ്പർ പെട്ടെന്ന് നോട്ട് ചെയ്തോണേ കേട്ടവർ. ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടൊരു പാസ്പോർട്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കൊരു യാത്രയ്ക്ക് വേണ്ടി ദൈവം ഒരു സീല് ചെയ്യുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഒരു യാത്ര നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുക. മുടങ്ങിക്കിടന്ന ഒരു യാത്ര സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു എന്ന് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഓടിപ്പോയി ചെക്ക് ചെയ്യാൻ പറ്റുന്ന വല്ല സാഹചര്യമാണെങ്കിൽ ആ പാസ്പോർട്ട് ചെക്ക് ചെയ്യുക. അല്ലായെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് അത് കൈവച്ച് ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണേ. ദൈവത്താൽ ഒരു വഴിയെ തുറക്കാൻ വേണ്ടി പോകുന്നു. ദൈവത്താൽ ഒരു യാത്ര തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് കണ്ടുകിട്ടിയ ഒരാമയം പറഞ്ഞ് ഏറ്റെടുത്തോണേ. കൈവച്ച് അപ്പം തന്നെ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്ന് അത്ഭുതകരമായ നന്മകളെ റിലീസ് ചെയ്യുന്നു. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്നേക്ക് ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ബാക്കി എല്ലാവരും ഈ പറയാൻ വേണ്ടിയുള്ളവരാണ് മ്യൂട്ട് മാറ്റിയേക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇന്നേക്കൊരു 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചു തരുക. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് 2 വ്യക്തികളെ കർത്താവ് എന്നെ കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കുവാണ്. അതിൻ്റെ അകത്ത് ഒരു റെഡ് പോലത്തെ, കടിങ് ചുമപ്പല്ല, ലൈറ്റ് കളറിലെ ഒരു റെഡ് കളർ പോലത്തെ ഒരു സംഭവം, ഒരു സാരി ഉടുത്തുകൊണ്ട് ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തി സംസാരിച്ചതിന് ശേഷം ആ വ്യക്തി നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മടങ്ങിപ്പോയി. ഈ 3 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇൻസിഡൻ്റാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ കയറി വരുമ്പോൾ തന്നെ ആ വീടിൻ്റെ അകത്ത് അവിടുത്തെ തലമുറയുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ അവൻ്റെ മകൻ്റെ ഫോട്ടോയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്ന വന്ന വ്യക്തിയെ കർത്താവ് എൻ്റെ ഒരു അടയാളമായിട്ട് കാണിക്കുന്ന ഒരു കാഴ്ച. ഈ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നതായിട്ടും ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ച് ഏകദേശം വൈകുന്നേരമായപ്പോഴാണ് ആ വ്യക്തി അവിടുന്ന് ആ ഭവനം വിട്ട് മടങ്ങിപ്പോയത്. ആ വ്യക്തിയുമായിട്ട് സംസാരിച്ച വഴിക്ക് നിങ്ങൾ പറഞ്ഞ ചില വാക്കുകളുണ്ട്. നിങ്ങൾ സംസാരിച്ചത് ആ കുടുംബത്തിൻ്റെ അകത്തും ഒരു സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങൾ സംസാരിച്ചത്. ഓ യേശുവേ, ഇന്ന് കർത്താവ് ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ എന്നൊരു അടയാളം കാണിക്കുകയാണ്. ഇതൊരു അടയാളമാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഒരു വാക്ക് പറയുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ഒരു വിശാലത തുറക്കാൻ വേണ്ടി പോവാണ്. ഈ വ്യക്തിയോട് നിങ്ങൾ സങ്കടമായിട്ടാണ് പറഞ്ഞത്, പക്ഷേ ആ വ്യക്തിയോട് നിങ്ങൾ സാക്ഷ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ സംഭവിച്ച ഭവനം സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണേ. ആ വ്യക്തിയോട് തന്നെ നിങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയോട് തന്നെ നിങ്ങൾ അത്ഭുതത്തിൻ്റെ പ്രവർത്തികൾ, ഞാൻ എപ്പോഴും പറയുന്നു, നമ്മുടെ വിഷയങ്ങളെ നമ്മൾ പറയേണ്ടവരല്ല മറ്റുള്ളവരോട്, പകരം നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ് വചനം പറഞ്ഞ് അതിൻ്റെ മേൽ സാക്ഷ്യം പ്രാപിക്കേണ്ടവരാണ്. ഇപ്പോൾ തന്നെ ആ വ്യക്തി സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് അവിടെ ചെയ്യുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി. നിങ്ങൾ, ഞാൻ എപ്പോഴും പറഞ്ഞു, ഇങ്ങനെ തമാശ കളിക്കാനും വിളിക്കാനും ചിരിക്കാനും നിൽക്കുന്നവരെല്ലാവരും ഞാൻ പറയുന്നു, നിങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ ആത്മീയമായിട്ട് വളരുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം സൂം പ്രയറിൽ പങ്കുചെയ്യുക. അല്ലാത്തവരൊക്കെ നിങ്ങൾ പിന്നീട് യൂട്യൂബിലുണ്ട്, ലൈവ് വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ആലോചന ഇടപെടുന്നവർക്ക് സ്വീകരിക്കുവാനും അത് കേൾക്കുന്നവർക്കൊരു വിശ്വാസം വർദ്ധിക്കുവാനും വേണ്ടിയാണിത് ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ആലോചന കേൾക്കുമ്പോൾ അവർക്കത് ഡെലിവറൻസിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുവാണേ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും ഇങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള ആളുകൾ, ഞാൻ പറഞ്ഞേക്കാം, നമ്മൾക്ക് ആളെ തികയ്ക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, കർത്താവിൽ ഫലം കായ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അനുസരണം ആവശ്യമാണ്. കീഴ്പ്പെടണം. കർത്താവിൻ്റെ നാമത്തിൽ അനുസരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. മഹാരാഷ്ട്രയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. 13 വർഷമായിട്ട് മഹാരാഷ്ട്രയിൽ നിങ്ങൾ പോയി വരുന്ന ഒരാളെ ഞാൻ കാണുന്നത്. 13 വർഷമായിട്ട് ഞാൻ ഈ 13 വർഷമായിട്ട് മഹാരാഷ്ട്രയിൽ പോയി വരുന്ന, അതായത് അവിടെ പോവുകയും വരികയും, നിങ്ങൾ നാട്ടിൽ വരും, പിന്നെ അവിടെ നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവോട് പറയുന്നു, ഒത്തിരി നിരാശ നിങ്ങൾക്കുണ്ടായി, ഒത്തിരി നിങ്ങൾക്ക് ഒത്തിരി സങ്കടങ്ങൾ തന്ന ഒരു സ്ഥലമാണത്.
ഒത്തിരി മുറിവേറ്റ സ്ഥലമാണ്. ദൈവസന്നിധിയിൽ ഒത്തിരി സങ്കടം പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇന്ന് കർത്താവ് പറയുന്നു, അവിടെയൊക്കെ ദൈവം നിങ്ങളെ മാനിക്കും. 13 വർഷമായിട്ട് കാണാത്തത് 14-ാമത്തെ വർഷം ദൈവം അവിടെ ചെയ്യും. ദൈവം നിങ്ങളെ അവിടെ ഫലപുഷ്ടിയുള്ള വ്യക്തിയായിട്ട് മാറ്റും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനത്തിൻ്റെ മേൽ ഒരു വാക്കിനോട് കർത്താവ് പറയുകയാണ്, ഒരു ആധാരവുമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ കരത്തിലേക്ക് എത്തുന്നൊരു കാഴ്ച കർത്താവ് അത് കാണിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം സ്വീകരിച്ചോണം. ഞാനിപ്പോൾ എല്ലാവരെയും മ്യൂട്ട് ചെയ്തിരിക്കുക. നന്ദി യേശുവേ. ഞാൻ ആ ഭവനത്തെ ഒന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കൃപ വ്യാപരിക്കുന്നല്ലോ. ഈ സമയത്ത് ഇച്ചിരി മുന്നോട്ട് പോയി. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശു ക്രിസ്തുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയരെ, വെറുതെ നിങ്ങൾ ശ്രദ്ധ മാറിപ്പോരുതേ. സൗഖ്യം നിങ്ങൾക്ക് ഉണ്ട്. സൗഖ്യം നിങ്ങൾക്ക് അന്യമല്ല. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട്, നിങ്ങളിലുണ്ട്. ആരോഗ്യം നിങ്ങളുടെ അവകാശമാണ്. പറയുന്നതിലൂടെ അത് പ്രവർത്തിക്കുന്നത് കേട്ടോ. മനസ്സിൽ പറഞ്ഞാൽ പോരാ, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗൊണ്ട് ഏറ്റു പറയണം. കണ്ടോ, ബൈബിൾ വെറുതെ പറയുമല്ല. ഞാൻ ഫലപുഷ്ടിയുള്ള, ഞാൻ ലെബനോണിലെ ദേവദാരു പോലെ ആകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയാവും. എൻ്റെ ഭാര്യ എൻ്റെ ഭവനത്തിൽ ഫലപ്രദമായ മുന്തിരിവള്ളിയാവും എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റു പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാവും. ഓ യേശുവേ, ഓ യേശുവേ, യേശുവേ, നന്ദി കർത്താവേ. ചാർലി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ചാർലി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തെ. ഓ യേശുവേ, താങ്ക് യു ജീസസ്. ആ ചാർലിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചാർലിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഒരു ജാൻസീനെ കർത്താവ് എന്നെ കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആ കുടുംബത്തെ ഒന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ അവർ ലൈഫിൻ്റെ അകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് സമാധാനത്തിൻ്റെ അന്തരീക്ഷം തുറന്നു വരട്ടെ. എൻ്റെ യേശുവെ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഞാൻ ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ, ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്നല്ലോ, നന്മ കൊണ്ട് ദൈവം നിറയ്ക്കുന്നല്ലോ. കർത്താവിൻ്റെ ദിവ്യ സമാധാനം അവിടെ വാഴുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന ഞങ്ങളുടെ വൻ കൃപയ്ക്ക് നന്ദി. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. പ്രാർത്ഥനയോടെ തന്നെ, വിശ്വാസത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇച്ചിരി മുന്നോട്ട് പോയത് എനിക്കറിയാം. ഈ സമയത്ത് രോഗം മാറി ഒന്ന് ചെക്ക് ചെയ്ത്, ബോഡി മൊത്തം ചെക്ക് ചെയ്ത്, ആ കൈയും കാലും ഒക്കെ തിരിച്ചോ മറിച്ചോ ഒക്കെ നോക്കിയാൽ മുഴയൊക്കെ അവിടെ ഉണ്ടോ, അവിടെ ഇല്ല, ഒന്ന് ചെക്ക് ചെയ്തേ. ഇന്ന് അതിനുശേഷം നമ്മൾ സാക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നു. അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസം ഞാൻ പറഞ്ഞല്ലോ, വിതയ്ക്കണം, കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കണം. നിങ്ങളുടെ ശേഷിപ്പുകളെ മാറ്റിവെക്കണം, ദശാംശങ്ങളെ വിതയ്ക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ യൂറോപ്യൻ മിഷൻ, അതുമാത്രമല്ല മുന്നോട്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കണം. പിരിവല്ല കേട്ടോ, ബ്രദറിന് കൊടുക്കുവല്ല, സഭയ്ക്ക് കൊടുക്കുവല്ല. ഇത് ദൈവത്താൽ എനിക്ക് ലഭിച്ചൊരവസരമാണ് വിതയ്ക്കുവാൻ. വിതയ്ക്കുന്നവനെ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. വിത്ത് വിതയ്ക്കുന്നതനുസരിച്ചാണ് കൊയ്ത്തും, അങ്ങനെ തന്നെയാണ്. ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. അവർ കർത്താവ് അവരുടെ ജോലിയിൽ നിന്നും അവർക്ക് ലഭിച്ചതിൻ്റെ ഒരു ഓഹരി അവർ മാറ്റിവെച്ച് ആ കർത്താവ് എല്ലാ ദിവസങ്ങളിലും മാസങ്ങളിലും വിതയ്ക്കുന്നുണ്ടപ്പോൾ അവരുടെ ജോലിയെ ബിസിനസ്സിനെ ബ്ലസ് ചെയ്യുന്നപ്പോൾ വർദ്ധിക്കട്ടെ. ഒരിക്കലും നഷ്ടം വരത്തില്ല. അവരുടെ ജോലിയിലായിക്കോട്ടെ വിരോധമായിട്ട് ഒരു വ്യക്തിയും തല പൊക്കത്തില്ല. അത് വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി ഉണ്ടാകട്ടെ. വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഉണ്ടാകും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ആലോചന ഒരേപോലെ ഇടപെട്ടവർ, ബ്രദറെ എൻ്റെയും കൂടെയാണ് എന്ന് എടുത്തെടുത്ത് പറയണ്ട. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചാൽ, ഒരാൾ പറയുമ്പോൾ നിങ്ങളത് വീടിൻ്റെ അകത്തിരുന്ന് ആമേൻ പറഞ്ഞിട്ട് എടുത്താൽ മതി. എടുത്ത് പറയേണ്ട ആവശ്യം ഇല്ല. കാര്യം ഒരേ ആലോചന, അപ്പോൾ അങ്ങനെയും ദൈവം ഇടപെടും. ഒരേപോലെ ഒരേ വ്യക്തികൾ, പല വ്യക്തികൾക്ക് വേണ്ടി ഒരേ ആവശ്യങ്ങൾ, ഒരേ വിഷയമുള്ളവരുണ്ട്, അവരോടും കർത്താവ് ഇടപെടും. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം സൂമിൽ പറയാനുണ്ടെങ്കിൽ ലൈവിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഈ പ്രെയർ ലൈൻ നമ്പറിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങളെ അയക്കാം. വോയിസ് റെക്കോർഡ് നിങ്ങൾ പറയുമ്പം നിങ്ങൾ പറയുന്ന വ്യക്തിയുടെ പേരും സ്ഥലവും കൂടെ. പല ആൾക്കാരും സാക്ഷ്യം പറയുന്നത് ആരാന്നോ എന്നാന്നോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. കഴിവതും നിങ്ങൾ വീഡിയോ ആയിട്ട് തന്നെ എൻ്റെ ദിവസം ഉള്ളെങ്കിൽ മനസ്സിൽ വന്നുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തോടെ നിങ്ങൾക്ക് ദൈവം ചെയ്ത ആ അത്ഭുതത്തെ തുറന്ന് കാണിക്കുന്നവരാകണം.
വീഡിയോ ആയിട്ട് സാക്ഷ്യം പറയാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പറയണം. വീടിൻ്റെ അകത്ത് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷേ സ്വാതന്ത്ര്യമുള്ളവർ ചെയ്യണമേ. യേശു പറഞ്ഞതുപോലെ എൻ്റെ നാമത്തിൽ നിങ്ങൾ മറ്റുള്ളവർ മുമ്പിൽ നാണിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ പിതാവ് നിങ്ങളെ ഓട്ട് നാണിക്കുന്നു. പക്ഷേ ഇല്ല, എനിക്കൊരു കർത്താവിനെ ഉയർത്തുവാൻ ഒരു മടിയില്ല എന്ന് പറയുന്നവർ ധൈര്യത്തോടെ മുന്നോട്ട് വരണം. കർത്താവ് സഹായിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ നമ്മുടെ സാക്ഷ്യം ഒരു സന്തോഷ വാർത്ത പറയാനാണേ ബ്രദറെ. അതായത് ബ്രദർ, ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് സിന്ധു ആണ് സംസാരിക്കുന്നത്. എന്റെ മോനാണ് UK വരാൻ വേണ്ടിയിട്ട് ബ്രദറിനെ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞത്. എന്റെ മോനാണ്, ഗൗതമാണ്. അപ്പോ അവനാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ്, UK ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി. പക്ഷെ നമുക്ക് വീണ്ടും ബ്രദറെ ഒരു 10-16 ലക്ഷം രൂപ വേണം. അപ്പൊ നമുക്ക് അതൊന്നും നമ്മുടെ കയ്യിലില്ലാത്തത് കാരണം ഞങ്ങൾ ഇങ്ങനെ ബ്രദറിന്റെ 9 മണിയാകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഓടി വന്ന് ബ്രദറിന്റെ സൂമിൽ അങ്ങ് കയറും. അതിൽ ഓരോന്നും ആമേനും പറഞ്ഞ് സ്വീകരിച്ചുകൊണ്ടിരിക്കും. എങ്കിലും ഞങ്ങളുടെ ബുദ്ധി പറഞ്ഞു ഇത്രയും പണം നമുക്കില്ല, നമുക്ക് ഡെഫർ ചെയ്യാം, അടുത്ത വർഷത്തേക്ക് വല്ല എന്തേലും ചെയ്യാൻ. നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലില്ല, നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമ്മൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പ് പോയി നമുക്ക് ബന്ധുക്കളുടെ അടുത്ത് ദിവസം ഞാനും മോനും കൂടെ ഈ സൂമിൽ കയറിയ ഒരു അവസരത്തില് ബ്രദർ പറയാണ്, മോന്റെ ഒരു വിദ്യാഭ്യാസ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാതെ ഒരു അമ്മ പ്രാർത്ഥനയിലുണ്ട്, ദൈവം അതിനെ മുമ്പോട്ട് പോകാൻ പറയാണ്. അതിന് അടയാളമായിട്ട് വീട്ടിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ പോലും ബ്രദറെ അത് 9 മണിയാകുമ്പോൾ അടയ്ക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ബ്രദർ ഈ പ്രൊഫസി പറയുന്ന സമയത്ത് 10:30 മണിയോളായി. അന്ന് ഇച്ചിരി നേരം നീണ്ടും പോയി നോക്കിയപ്പോ അപ്പുറത്ത് ആ ടെക്സ്റ്റൈൽസ് അടച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആ ഒരൊറ്റ കാര്യത്തിൽ ഞങ്ങൾ അതിനെ ഏറ്റെടുത്ത് കർത്താവ് ഫ്രണ്ടിൽ ഉണ്ടെന്നുള്ള ഒരു ഇതിൽ പോയി. ബ്രദറെ, ഇന്ന് ഞങ്ങൾക്ക് വിസ വന്നു. അപ്പൊ അവൻ നല്ല പനിയായിട്ട് 2 ദിവസമായിട്ട് ഈ വിസ വരുന്നില്ല. മറ്റു കുട്ടികൾക്കൊക്കെ വന്നു, അവന് വന്നില്ല. അപ്പൊ ടെൻഷനും ഉണ്ട്. അങ്ങനെ അവൻ നല്ല പനിയായിട്ട് കിടക്കണം. എങ്കിലും ബ്രദറിന്റെ അടുത്ത് ബ്രദർ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മോട്ടിവേറ്റർ തന്നെയായിരുന്നു. കർത്താവിന്റെ വായായിട്ട് ബ്രദർ ഞങ്ങളെ സത്യം പറഞ്ഞാൽ ബലപ്പെടുത്തി. അവനും നന്ദി പറയണം ദൈവത്തിന്റെ മുമ്പേയും ബ്രദറിനോട് ഒരു വാക്ക്. കർത്താവ് സഹായിച്ച് എനിക്ക് IELTS എക്സാമിന്റെ ആ ഒരു പ്രശ്നം മുതൽ എന്റെ എല്ലാ ജേർണിയിലും ഓരോ പ്രാവശ്യവും ബ്രദറിന്റെ സൈഡിൽ നിന്ന് ഓരോ ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. IELTSന്റെ എക്സാമിനേഷൻ ആയിരുന്നാലും സ്കോളർഷിപ്പിന്റെ കാര്യമായിരുന്നാലും ഇതിനകത്ത് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫിനാൻസിന്റെ കാര്യത്തിലായിരുന്നാലും എല്ലാത്തിനകത്തും ഓരോ പ്രാവശ്യം നമ്മൾ ഒരു തടസ്സം ഫേസ് ചെയ്യുന്ന സമയത്ത് ഓരോ ആലോചന തന്ന് നമ്മളെ വീണ്ടും ഉറപ്പിച്ചു. ഇപ്പൊ 9:30 ആയതാണ് എനിക്കിപ്പം വിസ വന്നത്. സോ ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ അങ്ങോട്ടേക്ക് നോർത്തേൺ അയർലൻഡ് ബെൽഫാസ്റ്റ് UK പോകാനായിട്ട് സ്വർഗം സഹായിക്കുന്നു. ഉറപ്പായിട്ടും ഞാൻ അവിടെ വരും. ഞാൻ സാക്ഷ്യം പറയും ബ്രദറെ. അത് ബ്രദറിനോടും കർത്താവിനോടും ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ബ്രദർ എപ്പോഴും പറയായിരുന്നു, രാജ്യങ്ങളുടെ നന്മ ഭവിക്കും, ഞാൻ രാജ്യങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായി തീരും. എപ്പോഴും ഞാൻ ഇത് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. സുഖം അങ്ങനെ എന്നെ ആക്കി തീർത്ത് അങ്ങനെ വലിയ വിധങ്ങളോട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ബ്രദറെ ഒരു മിനിറ്റ് വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ ബ്രദറെ, അവർ നിങ്ങൾ കേട്ടോ, കർത്താവ് നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തിന് അവർ പറഞ്ഞ പോലെ തന്നെ കുടുംബം സഹോദരങ്ങൾ ആമേൻ പറഞ്ഞ് എല്ലാം സ്വീകരിച്ചു. ഒരു പ്രാർത്ഥന പോലും മുടക്കിയില്ല. നിങ്ങൾ കേട്ട ദൈവം വിശ്വസ്തനാണ്. അവർ വിശ്വസിച്ചു, ദൈവസന്നിധിയിൽ ആശ്രയിച്ചു. അവർക്ക് ചോദിക്കാനോ പറയാനോ ഒരു സാധ്യതയില്ലാഞ്ഞിട്ടും അവർ വചനത്തിൽ മാത്രം ആശ്രയിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം അവർക്ക് പ്രവചന ജസ്റ്റ് ഞാൻ ചോട്ടെ, ഈ ആലോചന പറയുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്നും ഇങ്ങനെ ഒരു ഗേറ്റ് തുറക്കുമ്പോൾ ഇത് കാണുമെന്നും ഒക്കെ അടയാളം ഞങ്ങൾ ആരെങ്കിലും അറിയാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നോ? സാധ്യതയില്ല. അതായിരുന്നു നമുക്ക്. ഇനിയുണ്ട് ബ്രദറെ, ഇത് ഒരു തുടക്കമായിട്ടേ ഉള്ളൂ. ചെയിനായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. കാരണം എന്റെ ഓരോ വേദനകളിലും ഞാൻ ഇരിക്കുമ്പം അടയാള സഹിതമാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നിന്റെ ഫുൾഫിൽമെന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞ സാക്ഷ്യം. ഞാൻ ചോദിച്ചത് അത് വലിയൊരു, ഞാനത് സാക്ഷ്യമായിട്ട് ഞാൻ പറയാൻ കാരണം ഞാനൊരു സാക്ഷ്യമായിട്ട് പറയുകയാണ്. കാര്യം അവർ തകർന്നിരുന്ന സമയത്ത്, അവർക്ക് വഴിയില്ലാതെ കൈ നീട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മ പറയാണ്, ഇങ്ങനെ
ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ആ സഹോദരങ്ങൾക്ക് വിശ്വസിക്കുവാൻ തക്കതായ ഒരു അടയാളത്തെയും കർത്താവ് വെളിപ്പെടുത്തി. ആ വീടിൻ്റെ മുമ്പിലിരിക്കുന്ന സ്ഥാപനത്തെ പോലും കർത്താവ് അറിയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെയൊക്കെ ഒരു കാര്യം കർത്താവ് ഒരു മനുഷ്യന് വെളിപ്പെടണമെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ മുമ്പിൽ ഒരു CC ക്യാമറ വെക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തി നമ്മളെ അറിയിക്കും. ഇത് രണ്ടും സംഭവിച്ചാതെ ഈ കാര്യങ്ങളെ ദൈവാത്മാവ് അറിയുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, വചനം കേട്ട് ആമേൻ പറഞ്ഞ് സാഹചര്യം നോക്കാതെ മടുത്തു പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ദൈവമാണ്. മടുത്തു പോകരുതേ. അവർ കേട്ടെ സിസ്റ്ററെ, ധൈര്യമായിട്ട് ഇങ്ങനെ ഒത്തിരി സാക്ഷ്യമുണ്ടെങ്കിലും കേട്ടെ, ഈ ദിവസങ്ങളിൽ മകളോട് പറഞ്ഞ രാജ്യങ്ങളുടെ ഈ രാജ്യത്ത് വന്നാൽ പോലും ബലം കായ്ക്കുമെന്ന് പറയുന്ന എത്ര വലിയ നെഗറ്റീവ് കേട്ടാലും മൈൻഡ് ചെയ്യരുത്. എത്ര വലിയ നെഗറ്റീവ് വന്നാലും പറഞ്ഞു യേശുവിൻ്റെ കൂടെയുണ്ട്, യഹോവ ഈരേ, ദൈവം എനിക്ക് വേണ്ടി തുറക്കും. വലിയ സാക്ഷ്യമാണ്. ഇനിയും 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 നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കാണാം, ഈ രാജ്യത്ത് നന്മ അനുഭവിക്കാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ട്രിവാൻഡ്രത്ത് ബ്രദറിന്റെ ഒരു ഇത് നമുക്ക് വെക്കണം ബ്രദറെ. തീർച്ചയായിട്ടും അടുത്ത വരവിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് വലിയ പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൽ നിന്ന് ഒരു ആലോചന സ്വീകരിക്കുവാൻ റെഡിയായി നിൽക്കുന്നവർ, രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവർ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞിട്ട് ഇവിടുന്ന് വേഗത്തിൽ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ എല്ലാവരും ഞാൻ പറയുകയാണെ, അപ്പോസ്തലൻ പൗലോസ് എന്നെ വിട്ട് കിട്ടേണ്ടതെന്ന് പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ട്രിവാൻഡ്രം മാത്രമല്ല, കണ്ണൂരിലും തൃശ്ശൂരിലും കോട്ടയത്തും പല ജില്ലകളിലും പ്രാർത്ഥനകളെ ക്രമീകരിക്കണം. പല രാജ്യങ്ങളിൽ പ്രാർത്ഥനകളെ ക്രമീകരിക്കണം. പ്രത്യേകിച്ച് UK പലയിടങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ തുടക്കം മാത്രമാണ്. ഈസ്റ്റ് ഹാമിൽ വലിയ ദൈവപ്രവർത്തികൾ നടക്കാൻ വേണ്ടി പോകുന്നു. കർത്താവിൻ്റെ നാമത്തിൽ പലയിടങ്ങളിലുള്ള സഹോദരങ്ങൾ കേട്ട ഇതിലുള്ള നിങ്ങൾക്ക് ഇന്ന് കേട്ട വചനം പോലെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വരുന്നവനെ കൈക്കൊണ്ടാൽ നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടതുപോലെയാണ്. നിങ്ങൾ തിരസ്കരിക്കുന്നുവെങ്കിൽ യേശുവിനെ തിരസ്കരിക്കുന്നതുകൊണ്ട് ആ മനോഭാവത്തോടെ വേണം കർത്താവിൻ്റെ നാമത്തിൽ സഹോദരങ്ങളെ കൈക്കൊള്ളാൻ വേണ്ടി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്ക് വലിയൊരു സാക്ഷ്യമാണ്. ഇതുപോലെ ഒരു സാക്ഷ്യം എനിക്ക് തോന്നുന്നില്ല പ്രെയർ ലൈനിൽ ആരും പറഞ്ഞു കാണുമെന്നുള്ളതാണ്. അതുപോലെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും ഇന്നത്തെ ഈ കാലത്ത് അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ഞാൻ പറയുന്നത്. ഒരു മറയും കൂടാതെ ഞാൻ ഈ സാക്ഷ്യം ഞാൻ പറയുന്നത്. കാരണം എന്റെ ജീവിത പങ്കാളിക്ക്, ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമായി. എന്റെ ജീവിത പങ്കാളിക്ക് മറ്റൊരു സ്ത്രീയോട് ഒരു അരുതാത്ത റിലേഷൻ ഉണ്ടായിരുന്നു. അതിപ്പോ ഞാൻ ബ്രദറിന്റെ പ്രെയർ ലൈനിൽ കയറിയിട്ട് ഇപ്പൊ ഞാൻ 2 മാസമേ ആയിട്ടുള്ളൂ. അത് എനിക്ക് ഒരാളുടെ തന്ന നമ്പറാണ്. അങ്ങനെയാണ് ഞാൻ ബ്രദറിന്റെ പ്രെയർ ലൈനിൽ കയറി. ഞാൻ ബ്രദറിനോട് ഞാൻ വിളിച്ചു സംസാരിച്ചു. ബ്രദർ എനിക്ക് കുറേ വചനങ്ങൾ തന്നു. അതെല്ലാം ഞാൻ ഡെയിലി ജോലി ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എനിക്ക് ഒരുപാട് പ്രയാസങ്ങളിൽ കൂടി കടന്നു പോയപ്പോഴും ഞാൻ ആ വചനത്തെ കൈവിടാതെ മുറുക്കി പിടിച്ചു ഞാൻ ഇന്നലത്തെ ദിവസവും ഞാൻ ബ്രദർ അന്യഭാഷ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ബ്രദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രദർ എന്നോട് പറഞ്ഞ് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞ ആ സ്ത്രീയെ ഈ ഗൾഫിൽ, എന്റെ ഭർത്താവ് ഗൾഫിലാ ജോലി ചെയ്യുന്നത്, അവരെ ഈ ഗൾഫിലോട്ട് കൊണ്ടുവരുവാണെന്ന് പറഞ്ഞു. അത് ഞാൻ ഇന്ന് അവർ വരും, ഇന്നലെയാണ് ഞാൻ ആ വിവരം അറിഞ്ഞത്. അപ്പൊ ഞാൻ ബ്രദറിന്റെ വചനങ്ങളെല്ലാം മുറുക്കെ പിടിച്ചെങ്കിലും എന്റെ സങ്കടം സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞാൻ ബ്രദറിനെ ഇന്നലെ ഞാനൊരു പ്രയർ റിക്വസ്റ്റ് ചെയ്തു. അപ്പം ബ്രദർ എനിക്ക് അന്നേരം ഒരു ബ്രദർ എനിക്ക് പറഞ്ഞു, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ എന്റെ മുമ്പിൽ തോൽക്കും. ആ വചനങ്ങൾ ഇന്നലെ രാത്രി ഉറക്കമില്ലാതെ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ ആയപ്പം ബ്രദറെ, എന്റെ പിതാവിന്റെ മിറക്കിൾ അവിടെ സംഭവിച്ച ആ സ്ത്രീയെ ഈ ഗൾഫ് രാജ്യത്ത് വരാതിരിക്കാൻ അവരുടെ ടിക്കറ്റും എല്ലാം ക്യാൻസൽ ചെയ്ത് ആരുതാത്ത ബന്ധം പൂർണ്ണമായും വിട്ടുമാറി ബ്രദറെ. അതിനുള്ള എല്ലാം എന്റെ കർത്താവ് എനിക്ക് ചെയ്തു തന്നു ബ്രദറെ. എനിക്ക് എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ബ്രദർ. എനിക്ക് എങ്ങനെ ഈ സാക്ഷ്യം പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് അറിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ എന്റെ എന്നെ പോലെ വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടണം ബ്രദറെ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം ഒരു മറയും കൂടാതെ പറയുന്നത്. എന്നെ പോലെ വേദനിക്കുന്ന ഒരുപാട് ഭവനങ്ങളിൽ കൊണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളെല്ലാം രക്ഷപ്പെടണം പിതാ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞില്ല, 25 വർഷമായിട്ട് കുടുംബജീവിതത്തിൻ്റെ അകത്ത് കയറിക്കൂടിയ തെറ്റായ ബന്ധത്തിൻ്റെ പൈശാചാണത്.
പിശാച് അവർ സങ്കടം, വേദനയും ദുഃഖവും നടിച്ച് കുടുംബജീവിതത്തെ വിള്ളലാക്കുന്ന ദൈവം ഒന്നിപ്പിച്ചതിനെ വേർപിരിക്കുവാൻ കയറിക്കൂടിയ പിശാച്. പക്ഷേ ആ സഹോദരി കുറച്ച് ദിവസങ്ങളെ പ്രാർത്ഥനയ്ക്ക് കയറിയിട്ടുള്ളൂ. ആ കയറിയതിൽ വചനം കേട്ട്, ഞാൻ കേൾക്കുന്ന വചനം നിങ്ങളുടെ അകത്ത് സത്യവചനമാണെങ്കിൽ അതിൻ്റെ ശക്തി നിങ്ങളെ ഉറപ്പിക്കും, നിങ്ങൾക്ക് ധൈര്യം തരും, ബലം തരും, നിങ്ങൾക്ക് വിശ്വാസം തരും. സഹോദരി വിശ്വസിച്ചു, ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തി അങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുന്നു. ബൈബിൾ പറഞ്ഞത്, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും, അവർ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞതുപോലെ തന്നെ 25 വർഷമായിട്ടുണ്ടായിരുന്ന തെറ്റായ ആ കുടുംബജീവിതത്തെ വിള്ളലേൽപ്പിച്ച ബന്ധം അവിടെ മുറിഞ്ഞു. അത് സകലതും ക്യാൻസലായി. ഇന്ന് സാക്ഷിയായി. കണ്ടോ, വചനത്തിൻ്റെ ശക്തി കൊണ്ടോ കേൾക്കുന്നത് ഞാൻ എപ്പോഴും നിങ്ങൾ വചനം കേൾക്കണം. വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കണം. എങ്കിലേ നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ അത്ഭുതങ്ങൾ തുറക്കത്തുള്ളൂ. വിശ്വാസത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനി വലിയ തുറക്കോട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. കൂടുതൽ വചനത്തിൽ പറഞ്ഞ് 25 വർഷത്തിൽ നഷ്ടമായി പോയതെല്ലാം തമ്പുരാൻ മടക്കി തരും. കേട്ടോ? അതെ. ആമേൻ, 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 ആമേൻ. അവരെ അനുഗ്രഹിച്ച് അവര് എന്നോട് ചെയ്യുന്ന ഓരോ ദിവസവും എനിക്ക് ഏറ്റവും മുറിവേൽപ്പിക്കുന്ന വേദനകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ എങ്കിൽ ബ്രദർ പറഞ്ഞ കൂട്ട് അവരെ അനുഗ്രഹിച്ചോണം. അവരുടെ മേലും ഒരു ദുരാത്മാവുണ്ട്. അതുകൊണ്ടാണ് കുടുംബജീവിതം ഓർക്കുന്നത്. അപ്പം കർത്താവിൻ്റെ വചനമാണ്. എനിക്ക് തരുന്ന വചനം ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ അത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. ആ വചനം നിങ്ങൾക്ക് കൊണ്ട് ധൈര്യമായിട്ട് സ്വീകരിച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഇന്നലെ ബ്രദർ പറഞ്ഞ മെസ്സേജിനകത്തൊരു ആലോചന പറഞ്ഞിരുന്നു. കുറെ വർഷം വിദേശത്ത് ജോലി ചെയ്തിട്ട് ഒരു കാർഡ് വീട്ടിൽ കാണുന്നതായിട്ട്, വിദേശത്ത് ജോലി ചെയ്ത വിദേശത്തുള്ള കാർഡ്. ഞാൻ 7 വർഷം കുവൈറ്റിൽ ജോലി ചെയ്താന്ന് എടുത്തു പറയുകയും ചെയ്തു. എൻ്റെ പേര് വത്സ എന്നാണ്, വയനാട്ടിൽ നിന്നാണ്. ഞാൻ 7 വർഷം കുവൈറ്റിൽ ജോലി ചെയ്തു. ഇപ്പോൾ 7 വർഷമായി തിരിച്ച് നാട്ടിലിപ്പോൾ ആയിരിക്കുന്നു. ഇപ്പോൾ 7 വർഷമായി തിരിച്ചു വന്നിട്ട്. ഞാൻ അവിടുത്തെ ATM കാർഡും അതുപോലെ സിവിൽ ID കാർഡും അവിടുത്തെ ഹെൽത്ത് കാർഡും ഒക്കെ ഞാൻ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു യാത്രയെ ഒരുക്കുന്നു എന്നാണ് ദേവദാസൻ പറഞ്ഞത്. അത് ഞാൻ ആമേൻ പറഞ്ഞ് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും. ഇന്നലെ കേട്ട നിങ്ങളെ ആലോചന എത്ര പേര് കേട്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നലെ ദൈവാത്മ ഇടപെട്ട് എടുത്തു പറഞ്ഞു, കുവൈറ്റിൽ നിന്ന് വന്നൊരു വ്യക്തിയിലാണ് ആ അറബിയിൽ എഴുതിയിട്ടുള്ളൊരു കാർഡ്. എനിക്കത് എന്ത് കാർഡാണെന്ന് നമുക്കറിയത്തില്ല. കാര്യം അവിടെ ഉള്ളവർക്ക് നമുക്ക് അറിയത്തുള്ളൂ. അത് ഇപ്പോഴും കൈ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കുവൈറ്റിൽ നിന്ന് തന്നെ അത് എടുത്തു പറയുന്നുണ്ട്. ആ കുടുംബത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഒത്തിരി നിരാശ സംഭവിച്ച രാജപക്ഷെ തലമുറേനെ ദേശത്തയച്ച് തമ്പുരാൻ മാനിക്കാൻ വേണ്ടി പോകാൻ സിസ്റ്റർ പറഞ്ഞത്. ആമേൻ പറഞ്ഞ ആലോചന സ്വീകരിച്ചു. മക്കൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. ഇന്ന് നമ്മുടെ കുറച്ചു മുമ്പ് സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കുമെന്ന് പറഞ്ഞോണം. അത് കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായിട്ട് തമ്പുരാൻ മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഞാൻ മറ്റൊരു സാക്ഷ്യം പറഞ്ഞാട്ടെ. ഞാൻ ഒരാൾ സാക്ഷ്യം പറയും, മറ്റൊരാളെ ഞാൻ മ്യൂട്ട് ചെയ്തുകൊണ്ട് കാര്യം നമുക്ക് സൗണ്ട് ക്ലാഷ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സാക്ഷ്യമുള്ളവർ വെയിറ്റ് ചെയ്യണമേ. നിങ്ങൾ ഒരാൾ പറയുമ്പോൾ ഞാൻ അവരെ വീണ്ടും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ സൗഖ്യം ശ്രദ്ധിച്ചു നോക്കി. രോഗികളായി ഭാരപ്പെടുന്നവർ മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ മേൽ രോഗവുമായിട്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ നിർബന്ധമായത്. യേശുവിൻ്റെ നിർബന്ധമാണ്. രോഗവും പിടിച്ചുകൊണ്ട് യേശുവിനെ ആരാധിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടാണ് റോമൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അർത്ഥനഗ്നനായിട്ട് സകലരും നോക്കി നിൽക്കേ. അവിടെ മാതാവുണ്ട്, ശിഷ്യന്മാരുണ്ട്, സകലരുമുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ യേശു ക്രിസ്തു അർത്ഥനഗ്നനായി 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ അർത്ഥനഗ്നനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ റോമൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവരടിച്ചു പുറമുഴവ് ചാല് പോലെ ആക്കുവാൻ നിന്ന് കൊടുത്തത് നിങ്ങൾ എനിക്ക് രോഗം കുഴപ്പമില്ലെന്ന് പറയാൻ വേണ്ടിയല്ല കേട്ടോ. രോഗത്തോടു കൂടെ ആരാധിക്കാൻ വേണ്ടിയല്ല. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം തന്ന യേശുവിനെ നന്ദി പറഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയാണ്. വിട്ടുകൊടുക്കരുതേ. കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതാ. കർത്താവിൻ്റെ അടിപ്പിണർ എനിക്ക് സൗഖ്യം കൽപ്പിച്ചുകൊണ്ടിരിക്കുക. സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. ആരോഗ്യം എൻ്റെ അവകാശമാണ്. ദാരിദ്ര്യമല്ല, സമൃദ്ധി എൻ്റെ അവകാശമാണെന്ന് പറ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു സിസ്റ്ററേ. 1958 എൻ്റെ ഭർത്താവിന്റെ ജനനവർഷവാ. പിന്നെ പുള്ളി ഇതുവരെ രക്ഷയിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു സാക്ഷ്യം പറയാൻ. ഹലോ പ്രൈസ് ലോർഡ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവിടെ മ്യൂട്ട് ആയപ്പോഴാണ്. സോറി ബ്രദർ. എൻ്റെ മാതാവിനാണെങ്കിൽ ഇന്നലെ പ്രഷർ കൂടിയിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു.
അപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് മാതാവ്. അപ്പൊ എന്നെ വിളിച്ചു. ഞാനിപ്പം ബ്രദർ പറഞ്ഞു തന്ന വചനങ്ങളെല്ലാം പിന്നെ ഫോൺ ഓണാക്കിയിട്ട് ഏറ്റു പറയാൻ പറഞ്ഞു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കുകയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്ന ഓരോ വചനങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ അത് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ബ്രദർ. അവൻ നല്ല തീർച്ചയായിട്ടും സൗഖ്യം. കർത്താവ് അങ്ങ് കൊടുത്ത അത്ഭുതകരമായ വിടുതലിന് നന്ദി. പ്രീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആ രോഗാവസ്ഥയിൽ ഭാരപ്പെടാതെ, ഭയവും ഭാരവും ഒക്കെ വരും, പക്ഷെ ആ നിമിഷം കേട്ട വചനം കണ്ടോ, പുറത്തേക്ക് വരുന്ന ഒഴുകുന്നത് കണ്ടോ. ആ സമയത്ത് പറഞ്ഞു ഒരനർത്ഥവും വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. വചനം പറഞ്ഞ് അവിടെ ചെന്നപ്പോഴേക്കും രൂക്ഷമായി നിന്ന രോഗമാണ്. അവിടെ ചെന്നപ്പോഴേക്കും ഒന്നും ചെയ്യാതെ തന്നെ ചെക്ക് ചെയ്തപ്പോൾ അത് നോർമലായി. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. അനേകരെ സൗഖ്യമാക്കുക, പോയി ദൈവരാജ്യം പ്രസംഗിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. പ്രൈസ് ലോർഡ് ബ്രദർ. മഹാരാഷ്ട്രയായിട്ട് 13 വർഷമായിട്ട് കണക്ഷനുള്ള വന്നും പോയിരിക്കുന്ന ഒരു കുടുംബത്തെ പറ്റി ഒന്ന് പറഞ്ഞായിരുന്നല്ലോ ബ്രദറെ. അത് ഞാനാണ്. ഞങ്ങൾ 13 വർഷം ഇവിടെ പൂനെയിലാണ് താമസിക്കുന്നതും ഇടയ്ക്ക് നാട്ടിലും പോകുന്നു. 13 ഓ വർഷമായിട്ട് സിസ്റ്ററെ, ഇവിടെ ഭവനമുണ്ട്. ഭയങ്കരമായിട്ട് വേദന അനുഭവിച്ച് കണ്ണീരൊഴുക്കത്ത ഒരു ഭവനമാണ് എൻ്റെ ഇത്. ഓ സിസ്റ്ററെ, ഈ ദൈവം 13 അതിനകത്ത് വർഷമായിട്ട് അവിടെ നിൽക്കുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല ബ്രദറെ. ഭയങ്കരമായിട്ട് ഈ വീടിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വേദനയും കണ്ണുനീരും മാത്രമായിട്ടുള്ള ഒരു ഭവനത്തിൽ ഞാൻ ഇവിടെ പൂനെ താമസിക്കുന്നത്. അതല്ലേ 14 വർഷം സിസ്റ്ററെ, ദൈവാനുഭവം. അത്ഭുതം ചെയ്തില്ല. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, സിസ്റ്റർ ബോംബെയിലാണെന്നും മഹാരാഷ്ട്രയിലാണെന്നും 13 വർഷമായിട്ട് അവിടെ ഉണ്ടായിരുന്നുവെന്നും ഞങ്ങളറിയാൻ വല്ലോ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല ബ്രദറെ. അങ്ങനെയെങ്കിൽ ഇത് പരിശുദ്ധാത്മാവ് ഇടപെട്ടതാണ്. 13 വർഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുരുക്കി കടന്നതിനെ കർത്താവ് അഴിച്ചിരിക്കുന്നു. ഈ പ്രവചനം കേട്ടപ്പോൾ തന്നെ ആമേൻ എന്ന് പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ പ്രവചനത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നു പറഞ്ഞ്, ഇന്ന് അതിൻ്റെ മേൽ ഡെലിവറൻസ് നടക്കും കേട്ടോ. ഇനി അതിൻ്റെ മേൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. പറഞ്ഞു. എന്തോ ഞാന് ബ്രദറെ, എനിക്ക് കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു കഴുത്ത് വേദനയും തലവേദനയും എല്ലാം കൂടെ വന്നായിരുന്നു. ഞാൻ സാക്ഷി പറയാൻ ഒത്തില്ല. അന്നൊക്കെ അങ്ങ് അർജന്റായിട്ട് എല്ലാരും പറയുന്നുണ്ട് ഞാനൊന്ന് മാറി നിന്നതാ. പക്ഷെ എനിക്ക് നല്ല പരിപൂർണമായി അന്ന് തന്നെ സൗഖ്യം പ്രാപിച്ചു ബ്രദറെ. ഇന്ന് അതുകൊണ്ട് തന്നെ ബ്രദർ, എന്റെ കറിയാച്ചൻ പേര് പറഞ്ഞത് എന്റെ ഭവനത്തെ കുറിച്ചായിരുന്നു. 99 ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടെ വന്നതാ. അന്ന് വന്നിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു ബ്രദറെ. അന്ന് തൊട്ട് വളരെ ഭാരത്തിലാണ് ഞാൻ കടന്നു പോകുന്നത്. ഞാനല്ല, എന്റെ കുടുംബം മൊത്തം, കുഞ്ഞുങ്ങളെല്ലാവരും. ഏറ്റെടുത്തു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ആലോചനയിൽ ദൈവം വിശ്വസ്തനാണ്. കർത്താവ് തകർച്ചകളുടെ അകത്തുനിന്ന് നമ്മളെ പണിതെടുക്കുന്നത്. ദൈവം തന്ന തകർച്ച എന്നാലും പറയരുത്. തകർച്ചകളുടെ മേൽ യേശു ക്രിസ്തുവിൽ നമുക്ക് ജയമുണ്ട്. ആലോചന സ്വീകരിച്ചോണെ. ദൈവം സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒന്ന് ചോദിച്ചോട്ടെ, മോടെ കാര്യം എന്തോ ബ്രദറെ പറഞ്ഞ? ജൂൺ മാസത്തിൽ ജനിച്ച ആ മോളുടെ കർത്താവ് അവളുടെ മേൽ ജീവിതത്തിൽ ദൈവപ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോവാണ്. സന്തോഷകരമായ ഒരു അന്തരീക്ഷം ദൈവം തുറക്കും. ആ മകളെ ബന്ധപ്പെടുത്തി ദൈവം തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ഹലോ ബ്രദറെ, എന്തോ? ഞാൻ ഇന്നൊരു വലിയ ആപത്തിൽ നിന്ന് എന്റെ ദൈവം എന്നെ രക്ഷിച്ചു ബ്രദറെ. 2 വീലർ ട്രാൻസ്പോർട്ട് ബസ്, തമിഴ്നാട് ബസ് ഇടിച്ചില്ല എന്നായി. ഞാൻ ടേൺ ചെയ്തപ്പോ എൻ്റെ 2 വീലറിൽ വന്ന് ഇടിച്ചില്ലെന്നായി. ഞാൻ ഈ ലോകത്തല്ലാത്തത് പോലെ നിന്നു. അതുപോലെ തന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ മകൾ ഒരു മാതാവിന് ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി. ആ മാതാവിൻ്റെ തുട മുഴുവനും വെന്തിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ബ്രദർ 2-3 ദിവസം ഈ പ്രാർത്ഥന ടൈമിൽ ഞാൻ ആ മാതാവിനെ സങ്കല്പിച്ച് ആ തുടയിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കും പോലെ യേശുപ്പനോട് പ്രാർത്ഥിച്ച് ദൈവം അതിശയം പ്രവർത്തിച്ചു. അവർക്ക് പ്ലാസ്റ്റിക് സർജറി ഒന്നും വേണ്ട, അവർക്ക് നാളെ ഡിസ്ചാർജ് ആകുമെന്ന് അറിയാൻ സാധിച്ചു ബ്രദറെ. വലിയ ചെയ്തു ദൈവത്തിന് നന്ദി കർത്താവ്. ഇത് രണ്ടും വലിയ സാക്ഷ്യമാണ്. കർത്താവ് കൊടുത്ത വിടുതലിനായി സ്തുതിക്കുന്നു. നിങ്ങൾ കേട്ടെ, ആ പൊള്ളലേറ്റ ഭാഗത്ത് ബുദ്ധിമുട്ടായിട്ട് പ്ലാസ്റ്റിക് സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്.
സഹോദരങ്ങൾ എന്ത് ചെയ്തു? അതിനെ ആ ഇമാജിൻ ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ ഓർത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ ഡോക്ടർ തന്നെ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യം കണ്ടോ, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ യുദ്ധം ചെയ്യുകയാണ്. ഇതാണ് പ്രാർത്ഥന. നിങ്ങൾ അവിടെ യുദ്ധം ചെയ്യുവാണ് ആ വിഷയത്തോട്. അവിടെ എന്ത് ചെയ്തു? ദൈവപ്രവൃത്തി ഉണ്ടായി. ഗോഡ് ബ്ലസ്. ഇതേപോലെ നിങ്ങൾ അനേകർക്ക് വേണ്ടി വചനം പറയുക, ആത്മാവിൽ പോരാടുക, ഫൈറ്റ് ചെയ്യുക. ബൈബിൾ പറഞ്ഞ പോലെ അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ. നമ്മുടെ യുദ്ധത്തിൻ്റെ സാമഗ്രികൾ മാനുഷികമല്ല, സ്പിരിച്വലിയാണ്. അത് ഉപയോഗിക്കുക, അത്ഭുതങ്ങൾ നടക്കും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഹലോ ബ്രദറെ പറയട്ടെ. ഹലോ ധൈര്യമായിട്ട് പറഞ്ഞു, ഹലോ കേൾക്കുന്നുണ്ട്. ബ്രദറെ. പിന്നെ ബ്രദർ എന്ന് പറഞ്ഞ വചനം ഇല്ലേ, ആ വചനത്തിൽ നിന്ന് സാക്ഷ്യം പറയണ്ട എനിക്ക്. ബ്രദർ പറഞ്ഞല്ലോ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ അയക്കുമെന്ന്. അതിനു മുന്നേ ദൈവം കർത്താവ് പോകുമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദൈവം പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി. അവിടെ നിന്ന് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ചുരുക്കി പറയണേ ചെയ്യുന്നത് ഞാൻ. അപ്പൊ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആ വീട്ടുകാർ ഭയങ്കര ഭർത്താവിനോട് എതിർപ്പുള്ള സ്ഥലത്ത് വീട്ടിലാണ് ഞങ്ങൾ പോയത്. അവര് പുറത്ത് ആളെ വിളിച്ചു കൂട്ടി. നമ്മൾ വരുന്ന വഴിക്ക് 3 ആള് ബൈക്കില് വന്ന് നമ്മളെ മുന്നിൽ ചാടി വീണ്. രണ്ടുപേരെ നമ്മളുണ്ടായിരുന്നു. രണ്ടും ചാടി ദിവസം സായന്റെ മുന്നിൽ 2 ആളെ നടുവിൽ ദിവസം ഇറങ്ങിയിട്ട് അവരെ നമ്മളൊന്നും ചെയ്തില്ല. അവര് നമ്മള് ട്രാറ്റ് വാങ്ങി പറിച്ച് ചെന്തി. പിന്നെ ഞങ്ങളോടൊന്ന് ഞാൻ പറഞ്ഞു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടു. ആമേൻ. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് കേട്ടതുപോലെ തന്നെ വചനത്തിൽ നമ്മൾ വിശ്വസിച്ചപ്പെടത്തുള്ള കർത്താവ് എന്നെ സൂക്ഷിച്ചു. സൂക്ഷിച്ചു. അത് പിന്നെ പറയാനുള്ളത്, ഒരു സഹോദരൻ സൂറിയാസിസ് പോലത്തെ പോലത്തെ വെള്ളമൊലിക്കുന്ന രോഗം ഉണ്ടായിട്ട് അവര് ഹോസ്പിറ്റലിൽ എത്താത്ത സ്ഥലങ്ങളില്ല. ഇപ്പം പിന്നെ ഡോക്ടർ ഇത് ഇനി മരുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ വീട്ടിലേക്ക് മടക്കിയതായിരുന്നു. 4.5 വർഷം കിടപ്പിലായിരുന്നു. അപ്പൊ ഞങ്ങൾ അറിഞ്ഞു ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ വല്ല ഭാരം വന്നിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ പോയി. അയാൾക്ക് തീരെ യേശുവിന് ഇഷ്ടമായിരുന്നു. നിങ്ങൾ പോയി കർത്താവിന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് കുഷ്ഠരോഗ ശുദ്ധനൊക്കെ വചനം പറഞ്ഞു കൊടുക്കുക. ഞാൻ കർത്താവ് എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞു തെറ്റിപ്പോകും. കർത്താവ് തന്നെ പറഞ്ഞ കർത്താവിന് വിട്ടം കൊടുത്ത് അകത്തോട്ട് കയറാൻ നാറ്റം വെച്ചിട്ട് അകത്തോട്ട് കയറുമ്പോഴൊക്കെ തന്നെ. അപ്പൊ കർത്താവ് ഞങ്ങൾ തള്ളി അകത്തിട്ട് കർത്താവ് തന്നെ അവിടെ പ്രവർത്തിച്ചു. അപ്പൊ വചനം കുഷ്ഠരോഗ ശുദ്ധനാക്കിയ വചനം പറഞ്ഞു കൊടുക്കുമ്പോ ആ സഹോദരൻ കിടക്കട്ടെ എന്ന് പറഞ്ഞു. കിടക്ക അച്ഛനെ വിളിച്ച്. അച്ഛനുള്ള സഹോദരനെ വിളിക്കുന്നത് കർത്താവിനെ വിളിക്കുക എന്ന് പറഞ്ഞ്. കർത്താവെ ഞങ്ങളുടെ പാദം എടുത്തിട്ട് സമർപ്പിക്കും എന്ന് പറഞ്ഞ് കർത്താവ് നിലവിളിച്ച സഹോദരൻ ഇഷ്ടമില്ലാത്ത സഹോദരനാ. അപ്പൊ തന്നെ ഒരു വെളിച്ചം, ഈ പോലത്തെ ഒരു വെളിച്ചം, നല്ലൊരു വെളിച്ചം അകത്താട് ഇറങ്ങി. നല്ല വെളിച്ചം അകത്താട് ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് കൈ ഉയർത്തി സ്വർഗത്തിലെ കൈ ഉയർത്തി കർത്താവ് നിലവിളിച്ചു സൗഖ്യമാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ സഹോദരൻ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ്. ഇപ്പൊ എഴുന്നേറ്റ് പുതപ്പ് മാറ്റിയെന്ന് പറഞ്ഞ്. പുതപ്പ് മാറ്റിയൊക്കെ അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി പറയട്ടെ. മേലെ വെള്ളമൊലിക്കലൊന്നും ഇല്ല. മെല്ലെ സാധാ രൂപത്തിലായി. കൈയും കാലും പുഴു അങ്ങനെ ഇതാവുന്നു. അങ്ങനെ കർത്താവ് സഹോദരനെ എഴുന്നേറ്റ് നടത്തി. ഇന്ന് ആ സഹോദരൻ പള്ളിയിൽ വരുന്നില്ല. നമ്മൾ കൊണ്ട് സാരമില്ല, ദൈവം നോക്കിക്കോളൂ. സഹോദരന് പിന്നെ ബിസിനസ്സിന്റെ കാര്യം നടക്കുന്ന അത്ര വലിയൊരു അത്ഭുതം ചെയ്തു. 3ാമത്തെ ഒരു അത്ഭുതം, എന്റെ ഭർത്താവ് 2 പ്രാവശ്യം ഒരു പ്രാവശ്യം അറ്റക്കിന് പ്രശ്നം വന്ന് ഇവിടുന്ന് തന്നെ രാത്രി 1 മണി സമയത്ത് മോളോട്ടുള്ള ശ്വാസം താഴോട്ട് ശ്വാസമില്ല. ആ ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റു. കർത്താവോട് നിലവിളിച്ചു. കർത്താവെ സൗഖ്യമാക്കാൻ, കർത്താവെ എനിക്കുള്ള നിലവിളിച്ചു. കർത്താവ് എന്റെ കൈ നെഞ്ഞത്ത് വെച്ചിട്ടാ ഉള്ളത്. ആ നെഞ്ഞത്ത് കൈ ഷോക്ക് അടിക്കുമ്പോൾ കരണ്ട് പറ്റാന്ന് പറഞ്ഞ് പ്രവർത്തിച്ചു. ബോധം എന്നോട് നിന്നെ കരയിൽ ചോദിച്ചു. അപ്പൊ അവിടുന്ന് അതും കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം സഭയിൽ സഭയിൽ നിൽക്കുമ്പോ സഭ ഇങ്ങനെ അവിടെ പള്ളിയിലെ ബാഗിന് മുകളിലെ പ്രാർത്ഥന അവിടെ നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണപ്പോ ഉടനെ തന്നെ അവിടുന്ന് കാറിലെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഞാൻ കേശാറ്റിന്റെ ഭർത്താവിന് കിടച്ച കസേരയും മറവിരുന്ന് വന്ന് മറവിരുന്ന് കർത്താവോട് നിലവിളിച്ചു. കർത്താവ് എനിക്ക് തിരിച്ചു തരണം, എനിക്ക് വേറൊരാളില്ല, എനിക്ക് ജീവിക്കാൻ പറ്റുന്ന കർത്താവ് നിലവിളിച്ചു. വലുത് പാട്ടെ 2-3 ചുരുക്കി പറഞ്ഞ 3 പ്രാവശ്യം ബ്രദറെ എന്റെ കർത്താവ് വലുത് മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവ് എനിക്ക് പുറകെ കൊള്ളത്തന്നു.
ആരും പ്രാർത്ഥന വിഷയം പറഞ്ഞില്ല. എന്റെ അപ്പനോട് നേരിട്ട് അപ്പനോട് നിലവിളിച്ച് വലിയ കർത്താവ് സൗഖ്യം തന്നു. വചനം അയച്ചാൽ നമുക്ക് കർത്താവ് പ്രത്യേകമായ ആഴത്തില് വചനം അയച്ചിട്ട് കർത്താവിനെ വിടുവിച്ച് കൊടുത്താന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം പറഞ്ഞത് ഇപ്പം വചനം ഏറ്റവും വലുത് കർത്താവാണ്. വചനം ആത്മാവാണ്. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. നിങ്ങൾ കേട്ടല്ലോ, നമ്മൾ കേട്ട 3 സാക്ഷ്യങ്ങളും വളരെ ഞങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും വലിയ സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ടില്ലേ, ആ സോറിയാസിസ് ബാധിച്ച മനുഷ്യൻ നിങ്ങൾ അവർ പറഞ്ഞു കേട്ടില്ലേ, ആ മുറിക്കകത്തോട്ട് കയറാൻ പോലും പറ്റാത്ത രീതിയിൽ നാറ്റം വമിച്ചൊരവസ്ഥയായിരുന്നു. അവർക്ക് യേശുവിനെ താല്പര്യമില്ലാത്ത ഭവനമായിരുന്നു. എന്നാൽ പ്രിയ സഹോദരങ്ങൾ ധൈര്യമായിട്ട് യേശുവിൽ വിശ്വസിച്ച ഭവനത്തിൽ ചെന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുടുംബത്തിൻ്റെ മേൽ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായ വലിയ വെളിച്ചം ആ വന്നു. ആ പുതപ്പ് മാറ്റിയപ്പോൾ നമ്മൾ കേട്ടില്ലേ, ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ അകത്തുനിന്ന് ആ വ്രണങ്ങൾ വിട്ടുമാറി, ആ ശരീരം ഫ്രീ ആയി. യേശു അവരെ പിടിച്ചെണീപ്പിച്ച ആ മകനെ നടത്തിച്ച്. കണ്ടോ, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ മക്കളാണ്. നമ്മളെ ഭയപ്പെടുത്തി പോകരുതേ എന്ന് പറയുന്നത് പിശാചിൻ്റെ തന്ത്രമാണ്. നിങ്ങൾ യേശുവിൻ്റെ തലമുറയാണ്, യേശുവിൻ്റെ ജനറേഷനാണ്. ഒരനർത്ഥവും വരികയിൽ ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കത്തില്ല. ദൈവത്തിൻ്റെ ഉറപ്പ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഇത് ഒരാൾക്ക് മാത്രം, എല്ലാവരും ഞാൻ പറഞ്ഞു, പോയി ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ബന്ധിതരെ മോചിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ വിളി. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു, ചുരുക്കം വാക്കിൽ പെട്ടെന്ന് പറയണേ. എനിക്കൊരു കൈക്ക് വേദന ഉണ്ടായിരുന്നു. അതിപ്പോ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഇപ്പൊ മാറിപ്പോയി. എത്ര നാട്ടിലെ ബുദ്ധിമുട്ടായിരുന്നു? 1 വർഷമായി. ഒന്ന് വീണത്, കൈ അടിച്ചതാ. ഒന്ന് കൈയുടെ മുട്ടിന് മുകൾ വശം നടുക്കായിട്ട് ആ വേദന ഇപ്പൊ കുറെ ദിവസമായിട്ടുണ്ട്. വേദനയുണ്ട്. ഒരു കൈക്ക് ബലമില്ലാഴികയും ഉണ്ടായിരുന്നു. അത് മാറിയിപ്പോ. സ്വോത്രം. ഇത് വലിയൊരു സാക്ഷ്യമാണ്. 1 വർഷം മുമ്പ് വീഴ്ച നിമിത്തം ഉണ്ടായ വേദനയാണ് അത്. കൈക്ക് ബലഹീനത കുറവുകളും ഉണ്ടായിരുന്നു. എന്നാൽ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ നടുവിൽ കൈ സൗഖ്യമായി. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി ഉറവയ്ക്ക് നന്ദി. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു. പറയട്ടെ പാസ്റ്റർ, ഇന്നലെ ഞങ്ങള് വലിയൊരു അപകടം, നമ്മുടെ പിന്നെ അന്യഭാഷ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇവിടുന്ന് ഞാൻ ജോലി ചെയ്യുന്നിടത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പുറത്തുനിന്ന് ഒരു കാർ ഇങ്ങനെ സ്പീഡിൽ വന്നിട്ട് എന്നെ നിയന്ത്രണം തെറ്റി എന്റെ കടയിലോട്ട് ചാടി കയറി. മേളിൽ കയറി, 3 സ്റ്റെപ്പ് മുകളിലാ കട. ചാടി കയറി. പക്ഷെ ഗ്ലാസിന്റെ അവിടെ വന്നപ്പോ അത് പിടിച്ചു നിർത്തുന്ന പോലെ ദൈവം പിടിച്ചു നിർത്തി. അകത്തേക്ക് വരാതെ ഒരു അപകടം ഉണ്ടാവാതെ ദൈവം കാത്തു പരിപാലിച്ചു. വലിയ അപകടം ഉണ്ടാകുന്നതായിരുന്നു. ഭയങ്കര സ്പീഡിലാണ് കാർ വന്നത്. നന്ദി കർത്താവെ, അങ്ങ് വിടിവിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് സാക്ഷ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ നമ്മളെപ്പോഴും കർത്താവിൻ്റെ ഉള്ളം കരത്തിലാണെന്ന് എപ്പോഴും മനസ്സിലാക്കിക്കോണേ. സ്വർഗം സൂക്ഷിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 1-2 പേരുടെ സാക്ഷികൾ ഒരു വേഗത്തിൽ പറഞ്ഞാട്ടെ. നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ പിന്നീട് കേൾക്കാം. പെട്ടെന്ന് പറഞ്ഞു. സാക്ഷ്യം ഒന്നും പറയാതിരിക്കരുത്. ശനിയാഴ്ച നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ പറയാനുള്ള സമയം. പറഞ്ഞു. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, വേഗത്തിൽ പറഞ്ഞു. അതെ, എന്റെ മരുമോൾക്ക് ഇങ്ങനെ ഈ കഷത്തിൽ ഇങ്ങനെ 2 സൈഡിലും മുഴ വന്ന് ഓപ്പറേഷൻ ചെയ്ത് ഈ തണ്ടലിന്റെ അടുത്ത് വരെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇന്നലെ ഉറക്കം വരാണ്ട് വേദന എടുത്തിട്ട് ഞാൻ ചെന്ന് തൊട്ട് പ്രാർത്ഥിച്ചപ്പോ ഈ കഴുത്തിൽ ഇങ്ങനെ നീരങ്ങോട്ട് വെച്ചിട്ട് ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോ നീര് കുറേയുടെ പോലെ തോന്നി. അങ്ങനെ വേദനയൊക്കെ മാറി കിടന്നുറങ്ങിയാണ്. ഇന്ന് കർത്താവെ അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രിയ സഹോദരി പറഞ്ഞ പോലെ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. എന്നാൽ രാത്രി പോയി കൈവച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം ചെയ്തു. കർത്താവെ അങ്ങ് വിടിവിച്ച അങ്ങയുടെ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. അങ്ങ് അത്ഭുത മന്ത്രിയാണ്. കർത്താവ് അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോട്ടെ? പറഞ്ഞു. ബ്രദർ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. ഒരു ഉച്ചയ്ക്ക് 2-3 മണിയായിരിക്കും. അപ്പോൾ 4 റോഡ് വരുന്ന ജംഗ്ഷനില് ഞങ്ങൾക്ക് പോകാനുള്ള സിഗ്നലായി. അപ്പം ഫ്രണ്ടിലൊരു ഓട്ടോ ആയിരുന്നു, ഞാൻ പുറകെ 2 വീലറിൽ വരുമായിരുന്നു. അപ്പം ആ ഓട്ടോ പോവാതെ അവിടെ നിന്ന് ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്ത് 2 വീലറിൽ വന്ന് ഫ്രണ്ടിട്ട് സിഗ്നലിൽ നിന്ന് അത് സിഗ്നൽ ശ്രദ്ധിക്കാതെ ഒരു കാറ് പെട്ടെന്ന് ക്രോസ് ചെയ്ത് വന്നു. ഞാൻ വണ്ടി കൊണ്ട് ഇടിച്ചു. എനിക്ക് ദൈവമേ കർത്താവേ ഞാൻ വിളിച്ചുപോയി. തൊട്ടടുത്തായി ഇടിക്കാൻ. അപ്പൊ കാർ ഇടിച്ചിട്ട്
തീർച്ചയായിട്ടും ആ റോഡിൽ തന്നെ വീടായിരുന്നു. എന്റെ കർത്താവിന് ഞാൻ കൊടുക്കുന്നു. വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ ഇവിടെ പറയാണ്. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് സൂക്ഷിച്ച് അങ്ങയുടെ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. വചനത്തിൽ പറയുന്ന പോലെ ഒരനർത്ഥവും നിനക്ക് വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കുകയില്ല എന്നുള്ള വചനത്തിൽ നിവൃത്തിയാണല്ലോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് ഇനിയും ഇനിയും സമൃദ്ധമായിട്ട് നടത്തുന്നല്ലോ. കർത്താവിൻ്റെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരു സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞു, ഒരു സാക്ഷ്യമുണ്ട്, വേഗത്തിൽ പറഞ്ഞു ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു ധൈര്യമായിട്ട്. ഹലോ, കുറച്ച് ദിവസമായിട്ട് ഏകദേശം ഒരു 3-ാം തീയതി തുടങ്ങി ഈ മാസം എന്റെ കൈപ്പത്തിയുടെ ഉള്ളിലും കാൽപാത്തിന്റെ അടിയിലും പെരുപ്പുണ്ടായിരുന്നു. ഭയങ്കര പെരുപ്പായിരുന്നു. പക്ഷെ ഇന്നലെ രാവിലെ തുടങ്ങി എനിക്ക് ആ പെരുപ്പില്ല. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് ഞാൻ എപ്പോഴും ഒരു രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നില്ല. നമ്മുടെ നാവിനെ, കരത്തിനെ, നമ്മളെ തന്നെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും ഇനിയും പ്രിയ സഹോദരന് കയ്യിൽ വേദന ഉണ്ടായിരുന്നു. ആ വേദന ഇപ്പോൾ അവിടെ ഇല്ല. യേശു തൊട്ടിരിക്കുന്നു. നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളെ അറിയിക്കുക. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥനകളെ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ പ്രാർത്ഥന കൈക്കൊള്ളുന്ന സാക്ഷ്യം പിന്നീട് കേൾക്കാൻ പോകുന്ന ഓരോ വ്യക്തിയെയും ബ്ലസ് ചെയ്യുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് നാം ജീവനിൽ വാഴും. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾ മറക്കല്ലേ, ഈസ്റ്റ് ഹാമിൽ നമ്മുടെ പ്രാർത്ഥന 27-ാം തീയതി നടക്കുന്നു. ശനിയാഴ്ച 2 മുതൽ 5 മണി വരെ നടക്കുന്നു. ആഗ്രഹിക്കുന്നവരൊക്കെ അതിൽ വരിക, പ്രാർത്ഥിക്കുക. വലിയ പ്രവൃത്തി നടക്കും. ഈ ഞായറാഴ്ച നമ്മൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ തുടർച്ചയായിട്ട് നമ്മൾ പ്രാർത്ഥനയിലും ആരാധനയിലും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ലൈവ് ഉണ്ട്. UK-യിലുള്ളവർക്ക് രാവിലെ 10:30 മുതൽ വൈകുന്നേരം 5 മണി വരെ തുടർച്ചയായ പ്രാർത്ഥനയും ആരാധനയും വചനവും ഒരേപോലെ നടക്കുന്നു. അതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കുക. നേരിട്ട് ലൈവിൽ മീറ്റിംഗ് നടക്കുന്നു. ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് സാഹചര്യമുള്ളവർ വരിക. അത് വലിയ വിടുതലായിത്തരും. ഈ രാജ്യത്ത് നിങ്ങൾക്ക് അത് വലിയൊരു സ്വാതന്ത്ര്യത്തിനും വഴികൾ തുറക്കുവാനും ഒക്കെ മുഖാന്തരമാക്കി കർത്താവ് മാറ്റും. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന